നമസ്കാരം, ഹൈറേഞ്ച് വാർത്തകളിലേക്ക് സ്വാഗതം. ആദ്യം പ്രധാന വാർത്തകൾ. കാലവർഷം ശക്തമായി തുടരുന്ന സാഹചര്യത്തിൽ റെഡ് അലർട്ടിലെത്തിയ പൊന്മുടി അണക്കെട്ട് തുറന്നു. അണക്കെട്ടിന്റെ രണ്ടാമത്തെ ഷട്ടർ ഉയർത്തിയത് 20 സെന്റിമീറ്റർ. പന്നിയാർ പുഴയുടെ ഇരുകരകളിലുമുള്ളവർ ജാഗ്രത പാലിക്കണമെന്ന് ജില്ലാ ഭരണകൂടം. തൊടുപുഴ മൂലമറ്റം ത്രിവേണി സംഗമത്തിൽ യുവാവ് മുങ്ങി മരിച്ചു. മരിച്ചത് മൂലമറ്റം നടുപ്പറമ്പിൽ അതുൽ ബൈജു. അപകടമുണ്ടായത് സുഹൃത്തുക്കളുമൊത്ത് കുളിക്കാൻ ഇറങ്ങിയപ്പോൾ. മുൻപെങ്കുമില്ലാത്ത വിധം വന്യമൃഗ ഭീതിയിൽ ഇടുക്കി. എന്നാൽ വന്യമൃഗങ്ങളെ പ്രതിരോധിക്കാൻ വനം വകുപ്പ് പ്രഖ്യാപിച്ച പദ്ധതികൾ കടലാസിൽ ഒതുങ്ങുന്നുവെന്ന് പരാതി. കാട്ടാനശല്യം ഏറ്റവും രൂക്ഷമായ ചിന്നക്കനാലിൽ പോലും നടപ്പിലാക്കാതെ വനം വകുപ്പ് പ്രഖ്യാപിച്ച പദ്ധതികൾ. അപകട ഭീഷണി ഉയർത്തി കട്ടപ്പന വള്ളക്കടവ് സിറ്റിയിൽ നിൽക്കുന്ന തണൽമരം. മരത്തിന്റെ ചുവട് ദ്രവിച്ചതിനാൽ ഏത് സമയവും നിലം പൊത്താനുള്ള സാധ്യതയെന്ന് നാട്ടുകാർ. വിഷയത്തിൽ നഗരസഭയ്ക്ക് നിവേദനം നൽകിയെങ്കിലും നടപടി ഉണ്ടാകുന്നില്ലെന്നും പരാതി. വിശദമായ വാർത്തകൾ. കാലവർഷ മഴ ശക്തമായി തുടരുന്ന സാഹചര്യത്തിൽ റെഡ് അലർട്ടിലെത്തിയ പൊന്മുടി അണക്കെട്ട് തുറന്നു. രണ്ടാമത്തെ ഷട്ടർ 20 സെന്റിമീറ്ററാണ് ഉയർത്തിയത്. പന്നിയാർ പുഴയുടെ ഇരുകരകളിലുമുള്ളവർ ജാഗ്രത പാലിക്കണമെന്ന് ജില്ലാ ഭരണകൂടം അറിയിച്ചു. ഇതോടെ ജില്ലയിൽ 4 അണക്കെട്ടുകളാണ് തുറന്നിരിക്കുന്നത്. അതിശക്തമായ മഴയെ തുടർന്ന് പന്നിയാർ പുഴയിലൂടെ പൊന്മുടി അണക്കെട്ടിലേക്കുള്ള നീരൊഴുക്ക് വർദ്ധിച്ചിട്ടുണ്ട്. കൂടാതെ അണക്കെട്ടിലെ ജലനിരപ്പ് പരമാവധി സംഭരണ ശേഷിയിലും എത്തി. ഈ സാഹചര്യത്തിലാണ് സുരക്ഷാ മുൻകരുതലിന്റെ ഭാഗമായി അണക്കെട്ടിന്റെ രണ്ടാമത്തെ ഷട്ടർ 20 സെന്റിമീറ്റർ ഉയർത്തിയത്. സെക്കൻഡിൽ 15,000 ലിറ്റർ വെള്ളമാണ് പുറത്തേക്കൊഴുക്കുന്നത്. അണക്കെട്ടിലേക്കുള്ള നീരൊഴുക്ക് വീണ്ടും ശക്തമായാൽ ഷട്ടറുകൾ കൂടുതൽ ഉയർത്തുമെന്ന് ഉദ്യോഗസ്ഥർ പറഞ്ഞു. ദുരന്ത നിവാരണ അതോറിറ്റിയുടെ ഗൈഡ് ലൈനായിട്ടുള്ള ഓറഞ്ച് ബുക്ക് അനുസരിച്ചിട്ട് വൈകിട്ട് 6 മണി തൊട്ട് രാവിലെ 6 മണി വരെ തുറക്കാൻ നമുക്ക് അധികാരമില്ല. അപ്പോൾ പകൽ സമയത്ത് മാത്രമേ തുറക്കാൻ പറ്റുള്ളൂ. ഇപ്പോൾ പൊന്മുടിയുടെ വാട്ടർ ലെവൽ ഏകദേശം റെഡ് അലർട്ടിലേക്ക് നീങ്ങിക്കൊണ്ടിരിക്കുകയാണ്. ഒരു ഷട്ടർ മാത്രം വളരെ നിയന്ത്രിതമായ രീതിയിൽ 20 സെന്റിമീറ്റർ മാത്രം ഉയർത്തി 15.2 ക്യൂബിക് മീറ്റർ പെർ സെക്കൻഡ് എന്നൊരളവിൽ വെള്ളം നമ്മൾ തുറന്നുവിട്ടിരിക്കുന്നു. നീരൊഴുക്ക് വളരെ ശക്തമാണ്. അതുകൊണ്ടുകൂടെ കൂടിയാണ് ഇപ്പോൾ തുറക്കുക എന്നൊരു തീരുമാനത്തിലേക്ക് നമ്മൾ പെട്ടെന്ന് എത്താനുള്ള ഒരു കാരണം. ശക്തമായ നീരൊഴുക്കുണ്ട്. പന്നിയാർ ഇലക്ട്രിക് പ്രോജക്ടിന്റെ ഭാഗമായുള്ള അണക്കെട്ടിൽ 707.75 അടിയാണ് പരമാവധി സംഭരണ ശേഷി. ഇപ്പോൾ 706.2 അടി വെള്ളമാണ് ഡാമിലുള്ളത്. മെയ് 29 ശക്തമായ മഴയെ തുടർന്ന് അണക്കെട്ടിന്റെ 3 ഷട്ടറുകളും ഉയർത്തിയിരുന്നു. പാമ്പള, കല്ലാർകുട്ടി, മലങ്കര അണക്കെട്ടുകളാണ് പൊന്മുടിയെ കൂടാതെ നിലവിൽ തുറന്നിരിക്കുന്ന മറ്റ് അണക്കെട്ടുകൾ. പൊന്മുടി അണക്കെട്ടിന്റെ ഷട്ടറുകൾ തുറന്ന സാഹചര്യത്തിൽ പന്നിയാർ പുഴയുടെ ഇരുകരകളിലുമുള്ളവർ ജാഗ്രത പാലിക്കണമെന്ന് ജില്ലാ ഭരണകൂടം മുന്നറിയിപ്പ് നൽകി. കനത്ത മഴയെ തുടർന്ന് അടിമാലിയിൽ വീടിന്റെ കിണർ ഇടിഞ്ഞു താഴ്ന്നു. അടിമാലി അമ്പലപ്പടി മണനേൽ ഷാജിയുടെ വീട്ടുമുറ്റത്തെ കിണറാണ് ഇടിഞ്ഞു താഴ്ന്ന് വലിയ ഗർത്തമുണ്ടായിട്ടുള്ളത്. കിണറിനോട് ചേർന്ന് സ്ഥാപിച്ചിരുന്ന മോട്ടോർ അടക്കമുള്ള സാധന സാമഗ്രികളും നശിച്ചു. കഴിഞ്ഞ 2 ദിവസങ്ങളിലായി പെയ്യുന്ന ശക്തമായ മഴയിൽ അടിമാലി മേഖലയിൽ വിവിധയിടങ്ങളിൽ ചെറുതും വലുതുമായ നാശനഷ്ടങ്ങളാണ് ഉണ്ടായിട്ടുള്ളത്. അടിമാലി അമ്പലപ്പടിയിൽ വീടിന്റെ കിണർ ഇടിഞ്ഞു താഴ്ന്നു. മണലേൽ ഷാജിയുടെ വീട്ടുമുറ്റത്തെ കിണറാണ് ഇടിഞ്ഞു താഴ്ന്ന് വലിയ ഗർത്തമുണ്ടായിട്ടുള്ളത്. 13 കോൽ താഴ്ചയുള്ള കിണറാണ് ഇടിഞ്ഞു പോയത്. കിണറിനോട് ചേർന്ന് സ്ഥാപിച്ചിരുന്ന മോട്ടോർ അടക്കമുള്ള സാധന സാമഗ്രികളും നശിച്ചു. 75 വർഷത്തോളം പഴക്കമുള്ള കിണറാണ് ഈ കാലവർഷക്കെടുതിയിൽ ഇല്ലാതായത്. കിണർ ഇടിഞ്ഞു താഴ്ന്നത് പ്രദേശവാസികളിൽ ആശങ്ക ഉയർത്തിയിട്ടുണ്ട്. റവന്യൂ അധികൃതർ സ്ഥലത്തെത്തി സ്ഥിതി വിലയിരുത്തി. തൊടുപുഴ മൂലമറ്റം ത്രിവേണി സംഗമത്തിൽ യുവാവ് മുങ്ങി മരിച്ചു. മൂലമറ്റം നടുപ്പറമ്പിൽ അതുൽ ബൈജുവാണ് മരിച്ചത്. സുഹൃത്തുക്കളുമൊത്ത് കുളിക്കാനിറങ്ങിയപ്പോഴാണ് അപകടമുണ്ടായത്. അതുലിനൊപ്പം ഉണ്ടായിരുന്ന സുഹൃത്ത് മൂലമറ്റം AKG തോട്ടുംകരയിൽ നിതീഷ് രാജേഷിനെ അപകടത്തിൽ നിന്നും രക്ഷപ്പെടുത്തി. സുഹൃത്തുക്കളുമൊത്ത് കുളിക്കാനിറങ്ങിയപ്പോൾ ഇരുവരും ത്രിവേണി സംഗമത്തിലെ ചുഴിയിൽ അകപ്പെടുകയായിരുന്നു. അപകടമറിഞ്ഞ് മൂലമറ്റം അഗ്നിരക്ഷാസേന സ്ഥലത്തെത്തി. ആദ്യം നിതീഷ് രാജേഷിനെയാണ് രക്ഷപ്പെടുത്തിയത്. തുടർന്ന് കുട്ടിയെ മൂലമറ്റത്തെ സ്വകാര്യ ആശുപത്രിയിൽ എത്തിച്ചു. ഏതാനും സമയത്തിനുള്ളിൽ തന്നെ അതുൽ ബൈജുവിനെയും കരയിലെത്തിച്ചെങ്കിലും ജീവൻ രക്ഷിക്കാനായില്ല. നാട്ടുകാരുടെയും ഫയർഫോഴ്സ് ഉദ്യോഗസ്ഥരുടെയും നേതൃത്വത്തിലാണ് രക്ഷാപ്രവർത്തനം നടന്നത്. കട്ടപ്പന വള്ളക്കടവ് സിറ്റിയിൽ നിൽക്കുന്ന തണൽമരം അപകട ഭീഷണി ഉയർത്തുന്നതായി പരാതി. മരത്തിന്റെ ചുവട് ദ്രവിച്ചതിനാൽ ഏത് സമയവും നിലം പൊത്താനുള്ള സാധ്യതയാണ് നിലനിൽക്കുന്നത്. വിഷയത്തിൽ നഗരസഭയ്ക്ക് നിവേദനം നൽകിയെങ്കിലും നടപടി ഉണ്ടാകുന്നില്ലെന്നാണ് നാട്ടുകാരുടെ പരാതി. 40 വർഷത്തിലേറെയായി വള്ളക്കടവ് ടൗണിൽ നിൽക്കുന്ന തണൽമരമാണിത്. മുൻപ് മരം അപകട ഭീഷണി ഉയർത്തുന്ന സാഹചര്യത്തിൽ ശിഖരങ്ങൾ വെട്ടിനീക്കിയിരുന്നു. എന്നാൽ നിലവിൽ മരത്തിന്റെ ചുവടുകൾ ദ്രവിച്ച് ഏതു സമയവും നിലം പൊത്താവുന്ന അവസ്ഥയിലാണ്. അപകട ഭീഷണി ഉയർത്തുന്ന മരം മുറിച്ചു നീക്കണമെന്ന് നാട്ടുകാർ നാളുകളായി ആവശ്യം ഉന്നയിക്കുന്നതാണ്. എന്നാൽ ബന്ധപ്പെട്ട അധികൃതർ വിഷയത്തിൽ യാതൊരുവിധ ഇടപെടലും നടത്തുന്നില്ലെന്നാണ് നാട്ടുകാരുടെ പരാതി.
വളരെ ഒരു അപകടാവസ്ഥയിലാണ് ഈ മരം നിൽക്കുന്നത്. അതിൻ്റെ വേരുകളെല്ലാം ജീർണാവസ്ഥയിലായി ഒരു സൈഡ് മുകളിലേക്ക് പൊങ്ങി നിൽക്കുന്ന ഒരു അവസ്ഥയാണ്, ഒരു സൈഡിലേക്ക് ചാഞ്ഞ ഒരവസ്ഥയിലാണ് നിൽക്കുന്നത്. എത്രയും പെട്ടെന്ന് അത് വെട്ടി മാറ്റിയില്ലെങ്കിൽ വളരെ ദുരന്തം ഈ വള്ളക്കട പ്രദേശത്ത് സംഭവിക്കാനുള്ള യാതൊരു സംശയമില്ല. മരത്തിന്റെ അപകടാവസ്ഥയെ തുടർന്ന് മേഖലയിലെ 100ഓളം പൊതുജനങ്ങളും വ്യാപാരികളും ഓട്ടോറിക്ഷ ഡ്രൈവർമാരും ഒപ്പിട്ട നിവേദനം നഗരസഭയ്ക്ക് നൽകിയിരുന്നു. എന്നാൽ ഉത്തരവാദിത്തത്തിൽ നിന്നും ഒഴിഞ്ഞുമാറി നാഷണൽ ഹൈവേയാണ് നടപടി എടുക്കേണ്ടതെന്ന വാദമാണ് നഗരസഭ ഉന്നയിക്കുന്നതെന്ന് CPM ലോക്കൽ സെക്രട്ടറി CR മുരളി പറഞ്ഞു. NH അതോറിറ്റിക്ക് കൈമാറിയെന്ന് പറയുന്നുണ്ടെങ്കിലും NHന്റെ ഉദ്യോഗസ്ഥരോട് വരികയോ അത് സംബന്ധിച്ച് ഇത് വെട്ടിമാറ്റത്തിന് ആവശ്യമുള്ള ഒരു നടപടികളോ നാളെ ഇതുവരെ സ്വീകരിച്ചിട്ടില്ല. അപ്പോൾ ഏത് സമയവും മനുഷ്യജീവന് അപകടമുണ്ടാകുന്ന രീതിയിലേക്ക് മരം ഒരു ഭീഷണിയായിട്ട് നിൽക്കുകയാണ്. ബന്ധപ്പെട്ട അധികാരിയുടെ ഭാഗത്തു നിന്ന് ഇത് വെട്ടിമാറ്റാനായിട്ട് തയ്യാറായില്ലെങ്കിൽ ഇവിടെ പൊതുപ്രവർത്തന നേതൃത്വത്തിൽ ജനങ്ങളെ ആകെ നിർത്തിക്കൊണ്ട് ഈ മരം മുറിച്ചു മാറ്റുന്നതിന് ആവശ്യമായിട്ടുള്ള നടപടികൾ സ്വീകരിക്കാനായിട്ട് നാട്ടുകാരെ നിർബന്ധമായും തീരുമെന്നാണ് ഞങ്ങൾക്ക് പറയാനുള്ളത്. അതുകൊണ്ട് ഉത്തരവാദിത്തപ്പെട്ട ആളുകൾ എത്രയും വേഗം ഈ മരം ഇവിടെ നിന്ന് മുറിച്ചു മാറ്റിക്കൊണ്ട് ഇവിടുത്തെ അപകട ഭീഷണിയിൽ നിന്ന് ഈ പ്രദേശത്തെ ജനങ്ങളെ സംരക്ഷിക്കണമെന്നുള്ള അഭ്യർത്ഥനയാണ് ഒരു പൊതുപ്രവർത്തന നിലയിൽ എനിക്ക് പറയാനുള്ളത്. നിരവധി വിദ്യാർത്ഥികൾ ഈ മരത്തിന് സമീപമാണ് ബസ് കാത്തു നിൽക്കുന്നത്. അതോടൊപ്പം അടിമാലി കുമളി ദേശീയപാതയിലെ പ്രധാന ജംഗ്ഷൻ കൂടിയാണിത്. ഓട്ടോറിക്ഷ സ്റ്റാൻഡും നിരവധി വ്യാപാര സ്ഥാപനങ്ങളും മരത്തിനോട് ചേർന്ന് പ്രവർത്തിക്കുന്നു. മരം ഏതെങ്കിലും ഭാഗത്തേക്ക് കടപുഴകി വീണാൽ വലിയ അപകടമാകും ഉണ്ടാകുക. കട്ടപ്പന നഗരസഭയിലെ 4 വാർഡുകളുടെ അതിർത്തി പങ്കിടുന്ന സ്ഥലത്താണ് ഇത്തരത്തിൽ അപകട ഭീഷണി ഉയർത്തി മരം നിൽക്കുന്നത്. മരം കടപുഴകി വീഴുന്ന അപകടാവസ്ഥയ്ക്ക് പുറമെ വാഹനയാത്രക്കാരുടെ കാഴ്ച മറയ്ക്കുന്നതായും പരാതിയുണ്ട്. അടിയന്തരമായി അപകടാവസ്ഥയിലുള്ള മരം മുറിച്ചു നീക്കി ആളുകളുടെ ജീവനും സ്വത്തിനും സംരക്ഷണം നൽകണമെന്നാണ് ആവശ്യം. അല്ലാത്തപക്ഷം നാട്ടുകാരുടെ നേതൃത്വത്തിൽ അപകടാവസ്ഥയിലുള്ള മരം വെട്ടിനീക്കുമെന്നും നാട്ടുകാർ മുന്നറിയിപ്പ് നൽകി. കട്ടപ്പന കുട്ടിക്കാനം സംസ്ഥാന പാതയിൽ വാഹനാപകടങ്ങൾ തുടർക്കഥയാകുന്നു. അയ്യപ്പൻകോവിൽ പരപ്പ് പെട്രോൾ പമ്പിന് സമീപം വ്യാപാര സ്ഥാപനത്തിലേക്ക് കാർ പാഞ്ഞു കയറി. സ്കൂട്ടർ യാത്രികനെ ഇടിച്ച ശേഷമാണ് കാർ കടയിലേക്ക് പാഞ്ഞു കയറിയത്. ഉപ്പുതറ പോലീസ് സ്ഥലത്തെത്തി മേൽ നടപടികൾ സ്വീകരിച്ചു. പരപ്പ് പെട്രോൾ പമ്പിന് സമീപം കാർ ആക്സസറീസ് വിൽക്കുന്ന സ്വകാര്യ വ്യക്തിയുടെ വ്യാപാര സ്ഥാപനത്തിലേക്കാണ് കട്ടപ്പന ഭാഗത്തു നിന്നും പീരുമേട് ഭാഗത്തേക്ക് പോവുകയായിരുന്ന കാർ പാഞ്ഞു കയറിയത്. വ്യാപാര സ്ഥാപനത്തിന് മുന്നിൽ നിൽക്കുകയായിരുന്ന ബൈക്ക് യാത്രികനെ ഇടിച്ച ശേഷമാണ് കാർ വ്യാപാര സ്ഥാപനത്തിലേക്ക് പാഞ്ഞു കയറിയത്. കാറിൽ 2 യുവാക്കളാണ് ഉണ്ടായിരുന്നത്. ഇവർ മദ്യപിച്ച് അശ്രദ്ധമായി വാഹനം ഓടിച്ചതാണ് അപകടത്തിന് കാരണമെന്ന് ദൃക്സാക്ഷികൾ പറഞ്ഞു. അപകടത്തിന്റെ CCTV ദൃശ്യങ്ങളും പുറത്തുവന്നു. ഇടിയുടെ ആഘാതത്തിൽ പരിക്കേറ്റ സ്കൂട്ടർ യാത്രികനെ കട്ടപ്പനയിലെ സ്വകാര്യ ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചു. ഇടിയുടെ ആഘാതത്തിൽ കാർ പൂർണ്ണമായും തകർന്നു. വ്യാപാര സ്ഥാപനത്തിനും കേടുപാടുകൾ സംഭവിച്ചിട്ടുണ്ട്. വ്യാപാര സ്ഥാപനത്തിനുള്ളിലുണ്ടായിരുന്ന ആളുകൾ അത്ഭുതകരമായാണ് രക്ഷപ്പെട്ടത്. ഉപ്പുതറ പോലീസ് സ്ഥലത്തെത്തി മേൽ നടപടികൾ സ്വീകരിച്ചു. അടിമാലി കുമളി ദേശീയപാതയിൽ സ്വകാര്യ ബസ്സിൽ കാറിടിച്ച് 3 പേർക്ക് പരിക്കേറ്റു. കാർ യാത്രികരായ മേരികുളം സ്വദേശികൾക്കാണ് പരിക്കേറ്റത്. വാഴവര ജംഗ്ഷനിലാണ് അപകടം നടന്നത്. ഇടുക്കി ഭാഗത്തുനിന്ന് വന്ന കാർ കട്ടപ്പന ആലുവ റൂട്ടിലോടുന്ന സ്വകാര്യ ബസ്സിൽ ഇടിക്കുകയായിരുന്നു. ഓടിക്കൂടിയ നാട്ടുകാർ പരിക്കേറ്റവരെ കാറിൽ നിന്നും പുറത്തെടുത്ത് കട്ടപ്പനയിലെ സ്വകാര്യ ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചു. കട്ടപ്പന പോലീസ് സ്ഥലത്തെത്തി മേൽ നടപടികൾ സ്വീകരിച്ചു. കുരങ്ങാട്ടി സമഗ്ര കാർഷിക ടൂറിസം പദ്ധതിയുടെ ഭാഗമായി കുരങ്ങാട്ടിത്തോടിന്റെ ആഴവും വീതിയും വർദ്ധിപ്പിക്കാൻ മണ്ണ് നീക്കിയിടങ്ങളിൽ ചിലയിടത്ത് മഴ പെയ്തതോടെ മണ്ണിടിച്ചിൽ ഭീഷണി രൂപം കൊണ്ടു. മണ്ണ് നീക്കിയ ഭാഗത്തു നിന്ന് കൂടുതലായി മണ്ണും മരങ്ങളും ഇടിഞ്ഞ് കുരങ്ങാട്ടിത്തോട്ടിലേക്ക് പതിച്ചതാണ് ആശങ്കയ്ക്ക് ഇടവരുത്തുന്നത്. കൂടുതലായി മണ്ണിടിഞ്ഞാൽ തോടിന്റെ ഒഴുക്ക് തടസ്സപ്പെടുകയും സമീപത്തെ നെൽകൃഷിയെ പ്രതികൂലമായി ബാധിക്കുകയും ചെയ്യും. കുരങ്ങാട്ടി സമഗ്ര കാർഷിക ടൂറിസം പദ്ധതിയുടെ ഭാഗമായി കുരങ്ങാട്ടിത്തോടിന്റെ ആഴവും വീതിയും വർദ്ധിപ്പിക്കുന്ന പ്രവർത്തനങ്ങൾ കഴിഞ്ഞ വേനൽക്കാലം മുതൽ നടന്നുവരുന്നതാണ്. കാലവർഷമെത്തി മഴ ശക്തിയാർജിച്ചതോടെ ഇത്തരത്തിൽ തോടിന് ആഴവും വീതിയും വർദ്ധിപ്പിച്ച ചിലയിടങ്ങളിൽ മണ്ണിടിച്ചിൽ ഭീഷണി രൂപം കൊണ്ടിട്ടുള്ളതാണ് ആശങ്കയ്ക്ക് ഇടവരുത്തിയിട്ടുള്ളത്. തോടിന് വീതി വർദ്ധിപ്പിച്ചതിനരികിൽ നിന്നും കൂടുതലായി മണ്ണിടിയുകയും മരങ്ങളടക്കം നിലം പതിക്കുകയും ചെയ്തിട്ടുണ്ട്. ശക്തമായ മഴ തുടരുകയും തോട്ടിൽ ജലനിരപ്പ് ഉയരുകയും ചെയ്താൽ കൂടുതലായി ഇവിടെ മണ്ണിടിയാനുള്ള സാധ്യത നിലനിൽക്കുന്നു. അങ്ങനെ സംഭവിച്ചാൽ തോടിന്റെ ഒഴുക്ക് തടസ്സപ്പെടുകയും സമീപത്തെ നെൽകൃഷിയെ പ്രതികൂലമായി ബാധിക്കുകയും ചെയ്യുമെന്ന് നാട്ടുകാർ പറഞ്ഞു. ഒരു 2-3 മണിക്കൂറത്തെ മഴ പെയ്തു കഴിഞ്ഞാൽ തോട്ടിലേക്ക് മരം വീണ് തോട് അടഞ്ഞു പോകും. എൻ്റെ നെൽകൃഷി നഷ്ടപ്പെട്ടു പോകും. ഇത് ഏറ്റവും അത്യുൽപാദന ശേഷിയുള്ള നെല്ലാണ്. 3 ടൺ നെല്ല് ഇതിന് ഏറ്റവും കുറഞ്ഞത് കിട്ടേണ്ടതാണ്. ആ നെൽകൃഷി നഷ്ടപ്പെട്ടു പോകും. അത് നഷ്ടപ്പെടാതിരിക്കണമെങ്കിൽ അടിയന്തരമായിട്ട് ആ തോട്ടിൽ വീണ് കിടക്കുന്ന മരങ്ങളും മണ്ണും കോരി മാറ്റുകയും
അവിടെ മണ്ണ് ഇടിഞ്ഞ് 20 അടിയോളം പൊക്കത്തിൽ അവിടെ മൺതിട്ട നിൽക്കുകയാണ്. ആ മൺതിട്ടയ്ക്ക് അവിടെ ഒരു 16 അടിയെങ്കിലും ഉയരത്തിലുള്ള ഭിത്തി കെട്ടി അത് ബലവത്താക്കി തരണം. അല്ലെങ്കിൽ ഇത് വലിയ ദോഷം ഇവിടെ സംഭവിക്കും. ഇടിഞ്ഞെത്തിയ മണ്ണും മരവും തോട്ടിൽ നിന്ന് നീക്കം ചെയ്യുകയും തോട്ടിലേക്ക് നിലം പതിക്കാൻ സാധ്യതയുള്ള മരങ്ങൾ മുറിച്ചു നീക്കുകയും ചെയ്താൽ താൽക്കാലികമായി ആശങ്ക ഒഴിവാക്കാം. തോട്ടിലേക്ക് മണ്ണിടിഞ്ഞ പ്രദേശത്ത് തുടർച്ചയായി മണ്ണിടിയാനുള്ള സാധ്യത ഒഴിവാക്കാൻ ഈ പ്രദേശത്ത് തോടിന് ഉയരത്തിൽ സുരക്ഷാ ഭിത്തി നിർമ്മിക്കണമെന്ന ആവശ്യവും ഉയരുന്നുണ്ട്. സംസ്ഥാന സർക്കാർ ഇപ്പോൾ ജനങ്ങളിൽ നിന്നും പണം തട്ടിപ്പറിക്കുന്ന നിലയിലേക്ക് എത്തിയിരിക്കുന്നുവെന്ന് UDF ജില്ലാ ചെയർമാൻ ജോയി വെട്ടിക്കുഴി. കോൺഗ്രസ് കട്ടപ്പന മണ്ഡലം കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ സംഘടിപ്പിച്ച മഹാത്മാഗാന്ധി വികസന സെമിനാർ ഉദ്ഘാടനം ചെയ്ത് സംസാരിക്കുകയായിരുന്നു അദ്ദേഹം. അന്തരിച്ച മുൻ KPCC പ്രസിഡന്റ് തെന്നല ബാലകൃഷ്ണപിള്ളയ്ക്ക് ആദരാഞ്ജലികൾ അർപ്പിച്ചാണ് സെമിനാർ ആരംഭിച്ചത്. നടക്കാനിരിക്കുന്ന തദ്ദേശ തെരഞ്ഞെടുപ്പിൽ പാർട്ടിയെ ശക്തിപ്പെടുത്തുന്നതിനായി KPCC ആവിഷ്കരിച്ച മിഷൻ 2025 പദ്ധതിയുടെ ഭാഗമായാണ് സെമിനാർ നടന്നത്. സംസ്ഥാന സർക്കാർ ഇപ്പോൾ ജനങ്ങളിൽ നിന്നും പണം തട്ടിപ്പറിക്കുന്ന നിലയിലേക്ക് എത്തിയിരിക്കുന്നു. സ്ഥലങ്ങളുടെ തറവിലയിലടക്കം വലിയ വർധനവാണ് ഉണ്ടായിരിക്കുന്നത്. ഇത് പൊതുജനങ്ങളെ ഏറെ ബുദ്ധിമുട്ടിലാക്കിയിരിക്കുകയാണെന്ന് UDF ജില്ലാ ചെയർമാൻ ജോയി വെട്ടിക്കുഴി പറഞ്ഞു. എന്ന് പറഞ്ഞാൽ 970 പട്ടയം കിട്ടിയതിനു ശേഷം 55 വർഷം കൊണ്ട് 2.25 ലക്ഷം രൂപ വരെയാണ് ഇതിന്റെ വാല്യുവേഷൻ വർദ്ധിച്ചത് എങ്കിൽ പിണറായി വിജയൻ വന്നതിന് ശേഷം വീണ്ടും 4 ലക്ഷം രൂപയുടെ 1 സെന്റിന് തറവലയിൽ വർധനവുണ്ടായിരിക്കുന്നു എന്ന് പറഞ്ഞാൽ ഇയാൾ വന്നതിന് ശേഷം ലാൻഡെല്ലാം അങ്ങോട്ട് ഭയങ്കരമായിട്ട് അതിന്റെ വില അങ്ങോട്ട് കൂടിക്കൊണ്ടിരിക്കുകയല്ലേ. എന്തെല്ലാം ഗുണമാണ് ഉണ്ടായിക്കൊണ്ടിരിക്കുന്നത് എന്ന് പറഞ്ഞാൽ ആളുകളുടെ കയ്യിൽ നിന്നും പൈസ തട്ടിപ്പറിക്കുന്നതിന് വേണ്ടിയിട്ടുള്ള ഒരു തട്ടിപ്പറി ഗവൺമെന്റാണ് ഇന്ന് അധികാരത്തിലിരിക്കുന്നത് എന്നുള്ളതാണ് സത്യം. സ്നേഹിതരെ, ഇനി വരാൻ പോകുന്നത് എന്താണ്? ഇനി ചട്ടത്തിൽ വരുന്ന ഭേദഗതിക്ക് നമ്മൾ ഫീസ് അടയ്ക്കണമെന്നാണ് നമ്മൾ പറയുന്നത്. നമ്മളോട് പറഞ്ഞിരിക്കുന്നത് അങ്ങനെയാണ്. നമ്മൾ പത്രത്തിൽ കണ്ടു. ഫീസ് അടയ്ക്കേണ്ട ഒരു സ്ഥിതി വന്നാൽ എന്താണ്? എന്തിനാണ് ഇടുക്കിയിലെ ജനങ്ങൾ അവരെ നിർമ്മിച്ചിരിക്കുന്ന കെട്ടിടത്തിന് ഇനിയും ഫീസ് അടയ്ക്കുന്നത് എന്നാണ്. അതാണ് നമുക്ക് മനസ്സിലാവാത്ത കാര്യം. ഇത് ഇടുക്കിയിൽ മാത്രം, ഹൈറേഞ്ചിൽ മാത്രമാണ്. 964 ചട്ടമനുസരിച്ച് കേരളത്തിലെ ഉടനീളം പട്ടയം വിതരണം ചെയ്തിട്ടുണ്ട്. ഒരിടത്തും കെട്ടിട നിർമ്മാണ നിരോധനമില്ല. നമ്മുടെ ഹൈറേഞ്ചിൽ മാത്രമാണ് കഴിഞ്ഞ 6 വർഷക്കാലമായി കെട്ടിട നിർമ്മാണ നിരോധനം നിലനിൽക്കുന്നത്. KPCC സെക്രട്ടറി തോമസ് രാജൻ അനുസ്മരണ പ്രഭാഷണം നടത്തി. മണ്ഡലം പ്രസിഡന്റ് സിജു ചക്കുമൂട്ടിൽ അധ്യക്ഷനായിരുന്നു. പുതുതായി നിയമിച്ച മണ്ഡലം ഭാരവാഹികൾ പരിപാടിയിൽ വെച്ച് ചുമതല ഏറ്റെടുത്തു. DCC ജനറൽ സെക്രട്ടറി അഡ്വക്കേറ്റ് KJ ബെന്നി, നഗരസഭാ ചെയർപേഴ്സൺ ബീന ടോമി, നേതാക്കളായ ജോസ് മുത്തനാട്ട, ബെന്നി തുണ്ടത്തിൽ, ജോയി ആനത്തോട്ടം, ബീന ജോബി, ഷൈനി സണ്ണി ചുറിയാൻ, ഷാജി വെള്ളമാക്കൽ, പ്രശാന്ത് രാജു തുടങ്ങിയവർ സംസാരിച്ചു. കട്ടപ്പനയിലെ വ്യാപാര സ്ഥാപനങ്ങൾക്ക് പട്ടയമില്ലാത്ത അവസ്ഥയ്ക്ക് പരിഹാരമായിരിക്കുന്നുവെന്ന് കേരള കോൺഗ്രസ് ജില്ലാ പ്രസിഡന്റ് ജോസ് പാലത്തിനാൽ. കേരള കോൺഗ്രസ് ഇരട്ടിയാർ മണ്ഡലം കൺവെൻഷനും കുടുംബസംഗമവും ഉദ്ഘാടനം ചെയ്ത് സംസാരിക്കുകയായിരുന്നു അദ്ദേഹം. ഇരട്ടിയാർ സാംസ്കാരിക നിലയത്തിൽ വെച്ചാണ് കേരള കോൺഗ്രസും ഇരട്ടിയാർ മണ്ഡലം കൺവെൻഷനും കുടുംബസംഗമവും സംഘടിപ്പിച്ചത്. വരുന്ന തദ്ദേശ തെരഞ്ഞെടുപ്പിന് മുന്നോടിയായിട്ടാണ് കൺവെൻഷനുകൾ നടന്നു വരുന്നത്. ജില്ലയിലെ ആദ്യത്തെ മണ്ഡലം കൺവെൻഷനാണ് ഇരട്ടിയാറ്റിൽ നടന്നത്. ജില്ലാ പ്രസിഡന്റ് ജോസ് പാലത്തിനാൽ കൺവെൻഷൻ ഉദ്ഘാടനം ചെയ്തു. കട്ടപ്പനയിലെ വാണിജ്യ സ്ഥാപനങ്ങൾക്ക് പട്ടയമില്ലാത്ത സാഹചര്യങ്ങൾക്ക് പരിഹാരമായിരിക്കുകയാണ്. അത് ഉടൻ മുഖ്യമന്ത്രി നേരിട്ട് പ്രഖ്യാപിക്കുമെന്നും ജോസ് പാലത്തിനാൽ പറഞ്ഞു. കട്ടപ്പനയിലെ വാണിജ്യ സ്ഥാപനങ്ങൾക്ക് പട്ടയമില്ലാത്ത നിരവധിയായ വാണിജ്യ സ്ഥാപനങ്ങൾ കട്ടപ്പനയിലുണ്ട്, ജില്ലയുടെ മറ്റ് പ്രദേശങ്ങളിലുണ്ട്. പക്ഷേ മുനിസിപ്പാലിറ്റി ആയതുകൊണ്ട് കട്ടപ്പനയിൽ ആ കെട്ടിടങ്ങൾക്ക് പട്ടയം കൊടുക്കുന്നതിന് കടകൾ, മുറികൾ ഉൾപ്പെടെയുള്ള വാണിജ്യ സ്ഥാപനങ്ങൾ പ്രവർത്തിക്കുന്ന സ്ഥലത്തിന് പട്ടയം കൊടുക്കുന്നതിന് ചില തടസ്സമുണ്ടായിരുന്നു. അതും ഈ ഗവൺമെൻറ് പരിഹാരം കണ്ടിരിക്കുന്നു. അതും കൂടി പരിഹരിച്ച് അതിൻ്റെയും കൂടി ഒരു പ്രഖ്യാപനത്തിന് വേണ്ടിയാണ് മുഖ്യമന്ത്രി 17-ാം തീയതി വരും എന്ന് തീരുമാനിച്ചിരുന്നത്. അതുപോലെ ഭൂപ്രശ്നങ്ങളുമായി ബന്ധപ്പെട്ട് നിരവധിയായ കാര്യങ്ങൾക്ക് പരിഹാരം കാണാൻ കഴിഞ്ഞു. ഏതാണ്ട് ഒട്ടുമിക്ക പട്ടയ കാര്യങ്ങൾക്കും പരിഹാരം ഉണ്ടാക്കുവാൻ വേണ്ടി അത് കോടതിയുടെ ഇപ്പോൾ ചില വിലക്കുകൾ ഉള്ളതുകൊണ്ട് ചില പട്ടയ നടപടികൾ നിർത്തിവെക്കേണ്ട സാഹചര്യം ഗവൺമെന്റിന് ഉള്ളതുകൊണ്ട് മാത്രം ചില കാര്യങ്ങൾ മുന്നോട്ട് കൊണ്ടുപോകാൻ കഴിയുന്നില്ല എന്നല്ലാതെ ഏതാണ്ട് ഉപേക്ഷിക്കപ്പെട്ട പദ്ധതി പ്രദേശങ്ങളിലെയും പദ്ധതി പ്രദേശങ്ങളിലെയും ഉൾപ്പെടെയുള്ള പ്രദേശങ്ങളിൽ പട്ടയം കൊടുക്കുവാൻ ഈ ഗവൺമെന്റിന് കഴിഞ്ഞു. മലയോര ജനതയെ കുടിയിറക്കാനുള്ള നീക്കം നേരിട്ട് ചെറുത്തത് കേരള കോൺഗ്രസ് ആണെന്ന് മുഖ്യപ്രഭാഷണം നടത്തിക്കൊണ്ട് ജില്ലാ പഞ്ചായത്ത് പ്രസിഡന്റ് രാജൻ നീറണാക്കുന്നിൽ പറഞ്ഞു. കർഷകരുടെയും കർഷക തൊഴിലാളികളുടെയും അവകാശ സമരങ്ങൾക്ക് വേണ്ടി ധീരമായ നേതൃത്വം കൊടുത്ത രാഷ്ട്രീയ പ്രസ്ഥാനം ഏതാണ് എന്ന് ചോദിച്ചാൽ ഒരു ഉത്തരമേ ഉള്ളൂ, അത് കേരള കോൺഗ്രസ് എന്ന രാഷ്ട്രീയ പ്രസ്ഥാനമാണ്. നമുക്കറിയാം, സ്വന്തം കൃഷിയിടങ്ങളിൽ പണിയെടുക്കാൻ കഴിയില്ലാതെ കടക്കണികളുടെ മാറാപ്പ് വേണ്ടി
സ്വന്തം ഭൂമി ഉപേക്ഷിച്ച് ആത്മഹത്യയിലേക്ക് നടന്നു നീങ്ങിയ കർഷകനെ ആ കാർഷിക ഭൂമിയിൽ പിടിച്ചു നിർത്തിയ പ്രസ്ഥാനം ഏതാണെന്ന് ചോദിച്ചാൽ അത് കേരള കോൺഗ്രസ് ആണെന്ന് അഭിമാനപുരസ്സരം പറയുവാൻ കഴിയും. മണ്ഡലം പ്രസിഡന്റ് ലാലച്ചൻ വെള്ളക്കട അധ്യക്ഷനായിരുന്നു. SSLC +2 പരീക്ഷകളിൽ ഉന്നത വിജയം നേടിയ വിദ്യാർത്ഥികളെയും തൂവൽ വെള്ളച്ചാട്ടത്തിൽ അപകടത്തിൽപ്പെട്ടയാളെ രക്ഷിച്ച പ്രിൻസ് കുര്യാക്കോസിനെയും ചടങ്ങിൽ അനുമോദിച്ചു. ജോസുകുട്ടി കണ്ണമുണ്ട, ജിൻസൺ വർക്കി, സണ്ണി കുഴിയാംപ്ലാവിൽ, ബിനോയ് അഗസ്റ്റിൻ, ബെന്നി കുഴിയോടി തുടങ്ങിയവർ സംസാരിച്ചു. കേരള കോൺഗ്രസ് ജോസഫ് വിഭാഗം ഇരട്ടയാർ മേഖല കുടുംബസംഗമം നടന്നു. പാർട്ടി ഉന്നതാധികാര സമിതി അംഗം അഡ്വക്കേറ്റ് തോമസ് പെരുമന ഉദ്ഘാടനം ചെയ്തു. ചടങ്ങിൽ വെച്ച് മുതിർന്ന അംഗങ്ങളെ ആദരിച്ചു. ഭൂപതിവ് ഭേദഗതിയുടെ ശുപാർശ മന്ത്രിസഭ അംഗീകരിച്ചിട്ടുള്ള കെട്ടിടങ്ങളുടെ ക്രമവൽക്കരണം ജനങ്ങൾക്ക് ആശങ്ക ഉണ്ടാക്കുന്നെന്നും ജനങ്ങളെ ഉപദ്രവിക്കാനുള്ള ക്രമവൽക്കരണ നടപടികൾ ഭൂപതിവ് നിയമത്തിൽ ഉണ്ടാകരുതെന്നും നേതാക്കൾ ആവശ്യപ്പെട്ടു. കാർഷിക മേഖലയുടെ വളർച്ചയ്ക്ക് നൂതനമായ പദ്ധതികൾ ആവിഷ്കരിക്കണമെന്നും യോഗം ആവശ്യപ്പെട്ടു. തങ്കച്ചൻ നടക്കൽ അധ്യക്ഷത വഹിച്ച യോഗം പാർട്ടി ഉന്നതാധികാര സമിതി അംഗം അഡ്വക്കേറ്റ് തോമസ് പെരുമന ഉദ്ഘാടനം ചെയ്തു. വർഗീസ് വെട്ടിയാങ്കൽ, ഫിലിപ്പ് മലയാറ്റ്, ജോസ് പൊട്ടമ്പളക്കൽ, ജോജി ഇടപ്പള്ളിക്കുന്നേൽ, MJ കുര്യൻ, ബിനു ജോൺ, OT ജോൺ തുടങ്ങിയവർ സംസാരിച്ചു. മുതിർന്ന അംഗങ്ങളെ പരിപാടിയുടെ ഭാഗമായി ആദരിച്ചു. കേരള കോൺഗ്രസ് തോപ്രാംകുടി മണ്ഡലം കൺവെൻഷൻ നടന്നു. തോപ്രാംകുടി മിൽമ ഓഡിറ്റോറിയത്തിൽ നടന്ന കൺവെൻഷൻ ജില്ലാ പ്രസിഡന്റ് പ്രൊഫസർ MJ ജേക്കബ് ഉദ്ഘാടനം ചെയ്തു. പാർട്ടിയുടെ ശാക്തീകരണ പ്രവർത്തനങ്ങളുടെ ഭാഗമായാണ് മണ്ഡലം കൺവെൻഷനുകൾ നടന്നു വരുന്നത്. തോപ്രാംകുടി മണ്ഡലം കൺവെൻഷൻ മിൽമ ഓഡിറ്റോറിയത്തിൽ വെച്ചാണ് നടന്നത്. മണ്ഡലം പ്രസിഡന്റ് അഭിലാഷ് ജോസഫ് അധ്യക്ഷത വഹിച്ച കൺവെൻഷൻ ജില്ലാ പ്രസിഡന്റ് പ്രൊഫസർ MJ ജേക്കബ് ഉദ്ഘാടനം ചെയ്തു. കാര്യം കൂടെ പറയുകയാണ്, ഇപ്പോൾ പുതിയ 2 ഓർഡറുകൾ വന്നിട്ടുണ്ട്. ആ 2 ഓർഡറുകളിൽ ഈ ഹൈറേഞ്ചിലുള്ളവർ മനസ്സിലാക്കണം. എല്ലാവരും വായിച്ചു നോക്കിയപ്പോൾ തോപ്രാംകുടി അടക്കമുള്ളിടത്ത് പട്ടയം കൊടുക്കാൻ പറ്റുന്നില്ല. ഏതൻ കൃഷിയാണെന്ന് പറഞ്ഞുകൊണ്ട് പട്ടയം കൊടുക്കാൻ പറ്റുന്നില്ല. ഈ പറയുന്ന 9 വർഷക്കാലവും ഹൈക്കോടതിയിലും സുപ്രീം കോടതിയിലും പോയിരിക്കുന്ന കേസുകൾ മുഴുവനും തോറ്റിരിക്കുകയാണ്. കൃഷിക്കാർക്കെതിരായി വരുന്ന കേസുകൾക്ക് വ്യക്തമായിട്ടുള്ള രേഖകൾ കൊടുത്ത് വക്കീലക്കാരെ കൊണ്ട് വാദിക്കുന്നതിന് പകരം കൃത്യമായിട്ടുള്ള രേഖകൾ കൊടുത്തിട്ട് എല്ലാ കേസുകളും പരാജയപ്പെട്ടിരിക്കുകയാണ്. ഇപ്പോൾ ഇവിടെ വന്ന 2 കാര്യങ്ങൾ പറയാം. ഒരു പുതിയ ഓർഡർ കൂടി ഇറങ്ങിയിട്ടുണ്ട്. വനഭൂമിയുടെ അതിർത്തി പങ്കിടുന്ന പ്രദേശങ്ങളിലെ കൃഷിക്കാരന് ഏതെങ്കിലും കാരണവശാൽ കെട്ടിടം പണിയണമെങ്കിലോ അല്ലെങ്കിൽ ഏതെങ്കിലും നിർമ്മാണ പ്രവർത്തനങ്ങൾ നടത്തണമെങ്കിൽ വനം വകുപ്പിൻ്റെ NOC മേടിക്കണം. ഈ ജില്ലയിൽ 2-3 പഞ്ചായത്തുള്ളൂ വനഭൂമി ഒട്ടുമില്ലാത്തത്. ഇടവെട്ടി പഞ്ചായത്തിൽ പോലും അതിന് നടുക്ക് 40 ഏക്കർ സ്ഥലം വനഭൂമിയാണ്. വനഭൂമി ഇല്ലാത്ത ഏത് പഞ്ചായത്താണ് ഉള്ളത്? കരിങ്കുന്നത്ത് പോലും ഉണ്ട്. എനിക്ക് തോന്നുന്നു തൊടുപുഴ മുനിസിപ്പാലിറ്റി മാത്രം വനഭൂമിയില്ല. ബാക്കിയുള്ള ഏതെങ്കിലും രീതിയിൽ വനഭൂമിയായിട്ട് ബന്ധപ്പെട്ട് കിടക്കുന്നതാണ് ബഹുഭൂരിപക്ഷം പഞ്ചായത്തുകളും. അവിടെ കെട്ടിടം പണിയണമെങ്കിലും ഏത് നിർമ്മാണ പ്രവർത്തനങ്ങൾ നടത്തണമെങ്കിലും ഈ NOC മേടിക്കണമെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ വനംവകുപ്പ് NOC കൊടുക്കുമോ? സംസ്ഥാന ഉന്നതാധികാര സമിതി അംഗം നോബിൾ ജോസഫ് മുഖ്യപ്രഭാഷണം നടത്തി. ഉന്നതാധികാര സമിതി അംഗം അഡ്വക്കേറ്റ് തോമസ് പെരുമന, കേരള കർഷക യൂണിയൻ സംസ്ഥാന പ്രസിഡന്റ് വർഗീസ് വെട്ടിയാങ്കൽ, KSC സംസ്ഥാന പ്രസിഡന്റ് ജോൺസ് ജോർജ്, നിയോജക മണ്ഡലം പ്രസിഡന്റ് ജോയി കൊച്ചുകരോട്ട തുടങ്ങിയവർ ക്ലാസുകൾ നയിച്ചു. യോഗത്തിൽ മുതിർന്ന കർഷകരെയും ആദ്യകാല പ്രവർത്തകരെയും ആദരിച്ചു. ജില്ലാ സെക്രട്ടറി ഫിലിപ്പ് G മലയാറ്റ്, ജില്ലാ പഞ്ചായത്ത് അംഗം ഷൈനി സജി, നേതാക്കളായ അഡ്വക്കേറ്റ് എബി തോമസ്, റിൻഡാമോൾ വർഗീസ്, ഡോളി സുനിൽ, പ്രദീപ് ജോർജ് തുടങ്ങിയവർ സംസാരിച്ചു. അരാഷ്ട്രീയവാദം പടർന്നു പിടിക്കുന്നതിന്റെ പ്രധാന കാരണം മയക്കുമരുന്നിന്റെ ഉപയോഗമാണെന്ന് എഴുത്തുകാരൻ ബെന്യാമിൻ. ജില്ലയിലെ സർഗാത്മക നക്ഷത്രങ്ങൾ എന്ന പേരിൽ അണക്കരയിൽ നടന്ന സാംസ്കാരിക കൂട്ടായ്മ ഉദ്ഘാടനം ചെയ്ത് സംസാരിക്കുകയായിരുന്നു അദ്ദേഹം. രാഷ്ട്രീയത്തിനെതിരായ ചിന്താഗതി വളരുന്ന സാഹചര്യമുണ്ടായാൽ സമൂഹത്തിൽ ജീർണത സംഭവിക്കുമെന്നും ബെന്യാമിൻ ചൂണ്ടിക്കാട്ടി. കല, സാഹിത്യ, സാംസ്കാരിക, കായിക, സിനിമാ രംഗത്തുള്ളവരുടെ ജില്ലയിലെ ഏറ്റവും വലിയ ഒത്തുചേരലിനാണ് അണക്കര സാക്ഷ്യം വഹിച്ചത്. കാഴ്ച ലൈബ്രറി, ജാലകം പബ്ലിക് ലൈബ്രറി, ടൊർണാഡോസ്, ദേശാഭിമാനി, യുവതാര തുടങ്ങിയ സാംസ്കാരിക പ്രസ്ഥാനങ്ങളുടെ നേതൃത്വത്തിലാണ് സർഗാത്മക നക്ഷത്രങ്ങൾ എന്ന പേരിൽ പരിപാടി സംഘടിപ്പിച്ചത്. കാഴ്ച സാംസ്കാരിക വേദി രക്ഷാധികാരിയും ജില്ലാ പഞ്ചായത്ത് അംഗവുമായ GK ഫിലിപ്പ് ഉദ്ഘാടന യോഗത്തിൽ അധ്യക്ഷനായിരുന്നു. എഴുത്തുകാരൻ ബെന്യാമിൻ പരിപാടി ഉദ്ഘാടനം ചെയ്തു. ഒരു പ്രമുഖ രാഷ്ട്രീയ നേതാവിനോട് പറഞ്ഞത്, ഞാൻ ആകെ 3 നോവലുകളെ വായിച്ചിട്ടുള്ളൂ, അതിലൊന്ന് നിങ്ങളുടെ നോവലാണ് എന്ന് പറഞ്ഞിട്ട്. പക്ഷേ പഠന ഗ്രന്ഥങ്ങൾ ഒക്കെ ധാരാളമായി വായിക്കുകയും വളരെ നന്നായി സമൂഹത്തിൽ ഇടപെടുകയും ഒക്കെ ചെയ്യുന്ന ഒരു രാഷ്ട്രീയ നേതാവ്. അപ്പോൾ നിശ്ചയമായിട്ടും നമ്മൾ ചോദിക്കേണ്ടത്, എന്തിനാണ് കഥകൾ വായിക്കുന്നത്, എന്തിനാണ് കവിതകൾ വായിക്കുന്നത്, എന്തിനാണ് നോവൽ വായിക്കുന്നത്, ഇതുകൊണ്ട് എന്ത് ഗുണമാണ് നമുക്ക് ലഭ്യമാവുക എന്നുള്ളത്.
അതുകൊണ്ട് തന്നെ നമ്മുടെ മാതാപിതാക്കളിൽ ബഹുഭൂരിപക്ഷവും നമ്മുടെ കുട്ടികൾ ഇത്തരം പുസ്തകങ്ങൾ വായിക്കുന്നതിനോട് യോജിപ്പ് പ്രകടിപ്പിക്കുകയും ഇനിയും അഥവാ വല്ല പുസ്തകവും വായിച്ചാൽ അതുമല്ല വൈജ്ഞാനിക ഗ്രന്ഥങ്ങളുമായി തീരട്ടെ എന്ന് തീരുമാനിക്കുകയുമാണ് ചെയ്യുന്നത്. ജില്ലാ പഞ്ചായത്ത് പ്രസിഡന്റ് രാജിച്ചൻ നീറനാക്കുന്നിൽ മുഖ്യപ്രഭാഷണം നടത്തി. സുനു എസ് തങ്കമ്മ എഴുതി മാതൃഭൂമി ബുക്സ് പ്രസിദ്ധീകരിച്ച ഇറച്ചിക്കൊലപാതകം എന്ന കഥാസമാഹാരത്തിന്റെ നിരൂപണം സാഹിത്യകാരൻ ജോസ് വെട്ടിക്കുഴ നിർവഹിച്ചു. കലാ, കായിക, സാഹിത്യ, സാംസ്കാരിക, സിനിമാ മേഖലകളിലെ വ്യക്തികൾക്കും SSLC, +2 പരീക്ഷകളിൽ മികച്ച വിജയം നേടിയ വിദ്യാർത്ഥികൾക്കും ചടങ്ങിൽ വെച്ച ഉപഹാരങ്ങൾ നൽകി. ജില്ലാ ആസൂത്രണ സമിതി ഉപാധ്യക്ഷൻ CV വർഗീസ്, മാധ്യമപ്രവർത്തകൻ TM ഹർഷൻ, ദ്രോണാചാര്യ അവാർഡ് ജേതാവ് തോമസ് മാഷ്, കാഴ്ച ലൈബ്രറി പ്രസിഡന്റ് ബാബു സുരഭി, ജാലകം ലൈബ്രറി സെക്രട്ടറി മെറീന ജോൺ തുടങ്ങിയവർ സംസാരിച്ചു. വിവിധ മേഖലകളെ പ്രതിനിധീകരിച്ച് സംസ്ഥാനത്തും ജില്ലയിലുമുള്ള പ്രമുഖർ പരിപാടിയിൽ പങ്കെടുത്തു. 200 ഏക്കർ മെഴുകുംചാൽ റോഡിന്റെ ഭാഗമായ മന്നാങ്കാല മുതൽ മച്ചിപ്ലാവ് വരെയുള്ള ഇടത്തെ കുഴികൾ യാത്രക്കാരുടെ നടുവൊടിക്കുന്നു. മഴ പെയ്തതോടെ കുഴികളിൽ വെള്ളക്കെട്ടും രൂപം കൊണ്ടു കഴിഞ്ഞു. വാഹനയാത്ര മാത്രമല്ല, കാൽനട യാത്രയും ഇതുവഴി ദുസ്സഹമായി. ദേശീയപാത 85നെയും ദേശീയപാത 185നെയും ബന്ധിപ്പിക്കുന്ന ബൈപ്പാസ് റോഡുകളിൽ ഒന്നാണ് 200 ഏക്കർ മെഴുകുംചാൽ റോഡ്. നാളുകൾക്ക് മുമ്പ് റോഡ് നവീകരണത്തിന് തുക അനുവദിക്കുകയും 200 ഏക്കർ മുതൽ മെഴുകുംചാൽ വരെയുള്ള ഭാഗത്തെ ടാറിംഗ് ജോലികൾ നടത്തുകയും ചെയ്തു. എന്നാൽ ഇടഭാഗത്തായുള്ള 4 കിലോമീറ്റർ ദൂരം വരുന്ന റോഡിന്റെ ടാറിംഗ് വേണ്ട രീതിയിൽ നടക്കാതെ വന്നതാണ് ഇപ്പോഴത്തെ പ്രതിസന്ധിക്ക് കാരണം. ഇതുമൂലം മന്നങ്കാല മുതൽ മച്ചിപ്ലാവ് വരെയുള്ള ഭാഗത്തെ റോഡ് യാത്രക്കാരുടെ നടുവൊടിക്കുകയാണെന്ന് നാട്ടുകാർ പറഞ്ഞു. നന്നാക്കുന്നതിന് വേണ്ടിയിട്ടുള്ള നിരന്തരമായ മുറവിളികൾ ഉയർന്നതിന് ശേഷമാണ് ഈ റോഡ് കോൺട്രാക്റ്റ് കൊടുക്കുകയും ഏതാണ്ട് 10 കോടി രൂപയോളം അനുവദിച്ച് ഈ റോഡിൻ്റെ പ്രവർത്തനം ആരംഭിക്കുകയും ചെയ്തതിന് ശേഷം ഇതിലൊരു 4 കിലോമീറ്റർ ദൂരം ഒഴിവാക്കിക്കൊണ്ട് ആ കോൺട്രാക്ടർ ആ പണി ഇട്ടിട്ട് പോവുകയും പാർട്ട് ബില്ല് മാറിപ്പോവുകയാണ് ചെയ്തത്. ഇന്നിപ്പോൾ ഈ റോഡിൻ്റെ അവസ്ഥ എന്ന് പറയുന്നത് കാൽനട യാത്രക്കാർക്ക് പോലും സഞ്ചരിക്കാൻ കഴിയാത്ത സ്ഥിതിയാണുള്ളത്. കൊച്ചു കുട്ടികളടക്കം സ്കൂളിൽ പോകുന്ന കുട്ടികൾ, ഇരുവർഗ മേഖലകളിൽ നിന്നുള്ള ആളുകൾ അടക്കം സഞ്ചരിക്കുന്ന ഒരു റോഡാണിത്. ഇത് നാഷണൽ ഹൈവേക്ക് പാരലായിട്ടുള്ള ഒരു റോഡ് എന്നുള്ള നിലയിൽ വളരെ പ്രാധാന്യമുള്ള റോഡാണിത്. ആ നാഷണൽ ഹൈവേയിൽ എന്തെങ്കിലും രീതിയിലുള്ള ഒരു ബുദ്ധിമുട്ട് നേരിട്ടാൽ, ഒരു ട്രാഫിക് ബ്ലോക്ക് വന്നാൽ ഈ റോഡ് ഉപയോഗിക്കാൻ കഴിയും. 8 മീറ്റർ വീതിയിൽ പണിതിട്ടുള്ള ഈ റോഡ് ഇങ്ങനെ താറുമാറായി കിടക്കാൻ തുടങ്ങിയിട്ട് വളരെ കാലമായിരിക്കുന്നു. റോഡ് കൂടി യാത്രക്കാർക്ക്, കാൽനട യാത്രക്കാർക്ക് പോലും സഞ്ചരിക്കാൻ കഴിയാത്ത നിലയാണ്. പല സ്ഥലത്തും മുഴുവനായി വീതി എടുക്കാതെ പഞ്ചായത്തിന് കഴിയുന്ന കാര്യമാണ്. സൈഡിൽ നിന്നെല്ലാം ആളുകൾ സ്ഥലം വിട്ടുകൊടുത്തിട്ടുള്ളത് പോലും നന്നാക്കാതെ ഒരാൾക്കൊന്ന് സൈഡിലേക്ക് മാറി നിൽക്കാൻ കഴിയാത്തത്ര വീതി കുറവുള്ള ഭാഗവും ഈ റോഡിനുണ്ട്. അപ്പോൾ ഇത്രയും ശോചനീയമായിട്ടുള്ള ഈ റോഡ് നന്നാക്കുന്നതിന് വേണ്ടി മന്ത്രിമാരെല്ലാവരും കൂടി നടന്ന വികസന യാത്രയിൽ നമ്മൾ പരാതി കൊടുക്കുകയും ആ പരാതിയുടെ അടിസ്ഥാനത്തിൽ ഇപ്പോൾ 1 കോടി രൂപ അനുവദിച്ചിട്ടുണ്ടെന്ന് പറയുന്നുണ്ട്. അങ്ങനെ ഉണ്ടെങ്കിൽ അത് എത്രയും വേഗം ഈ റോഡിൽ ചെലവഴിച്ചുകൊണ്ട് ഈ റോഡ് ഗതാഗത യോഗ്യമാക്കി മാറ്റണമെന്നാണ് ഈ പ്രദേശത്തുള്ള മുഴുവൻ ആളുകളുടെയും ആവശ്യം. മന്നാങ്കാല മുതൽ മച്ചിപ്ലാവ് വരെയുള്ള ഭാഗത്ത് റോഡിൽ ചെറുതും വലുതുമായ നിരവധി കുഴികൾ രൂപം കൊണ്ടിട്ടുണ്ട്. മഴ പെയ്തതോടെ ഈ കുഴികളിൽ വെള്ളം കെട്ടിക്കൊടുക്കുക കൂടി ചെയ്യുന്നത് യാത്ര കൂടുതൽ ദുരിതമാക്കുന്നു. വാഹനയാത്ര മാത്രമല്ല, കാൽനട യാത്രയും ഇതുവഴി ദുസ്സഹമായി. തുടർച്ചയായി മഴ പെയ്യുന്നതോടെ രൂപം കൊണ്ടിട്ടുള്ള കുഴികൾ വലുതാകുകയും വെള്ളക്കെട്ട് രൂക്ഷമാകുകയും ചെയ്യും. 100 കണക്കിന് വാഹനങ്ങൾ കടന്നുപോകുന്ന റോഡാണിങ്ങനെ കഴിഞ്ഞ കുറേ കാലങ്ങളായി നാട്ടുകാരുടെ നടുവൊടിക്കുന്നത്. ഇടുക്കി ജില്ലാ കൺസ്ട്രക്ഷൻ വർക്കേഴ്സ് യൂണിയൻ AITUC കാഞ്ചാർ തൊപ്പിപ്പാള മേഖലാ കൺവെൻഷൻ നടന്നു. സംസ്ഥാന വർക്കിംഗ് കമ്മിറ്റി അംഗം TR ശശിധരൻ ഉദ്ഘാടനം ചെയ്തു. 14 മാസമായി കുടിശ്ശികയായി കിടക്കുന്ന നിർമ്മാണ തൊഴിലാളി ക്ഷേമനിധി പെൻഷൻ കുടിശ്ശിക തീർത്ത് വിതരണം ചെയ്യുവാൻ സർക്കാർ ഇടപെടണമെന്ന് കൺവെൻഷൻ ആവശ്യപ്പെട്ടു. നിർമ്മാണ തൊഴിലാളികളുടെ ക്ഷേമത്തിനായി രൂപീകൃതമായ ക്ഷേമനിധി ബോർഡിൽ തൊഴിലാളികൾ അവരുടെ വരുമാനത്തിന്റെ ഒരു വിഹിതം അംശാദായമായി അടച്ച പെൻഷനും മറ്റ് ആനുകൂല്യങ്ങൾക്കുമായി കാത്തിരിക്കേണ്ട ഗതികേടിലാണെന്നും യോഗം കുറ്റപ്പെടുത്തി. തൊപ്പിപ്പാള വ്യാപാര ഭവനിൽ നടന്ന കൺവെൻഷൻ AITUC സംസ്ഥാന വർക്കിംഗ് കമ്മിറ്റി അംഗം TR ശശിധരൻ ഉദ്ഘാടനം ചെയ്തു. നമ്മുടെ ക്ഷേമനിധി പെൻഷൻ ആകുന്നതിന് മുമ്പ് സാധാരണ സുമന്ന് മരിച്ചാൽ 50,000 രൂപ. ആ കുടുംബത്തൊരാളിന് കുടുംബ സാന്ത്വന പെൻഷൻ, ആ ആള് മൈനറാണെങ്കിൽ മേജറാകുന്നത് വരെ, ആള് മരിക്കുന്നത് ഭർത്താവാണെങ്കിൽ ഭാര്യ പെൻഷനാകുന്നത് വരെ, അതല്ല ഭാര്യയാണ് മരിക്കുന്നതെങ്കിൽ അവരുടെ അമ്മ ഉണ്ട്, അമ്മയ്ക്ക് കുട്ടി ഉണ്ടെങ്കിൽ ഒരു മൈനർ, അവർക്ക് ആനുകൂല്യം കൊടുക്കും. ഒരു മേയറാകുന്നിടം വരെ അവർക്ക് ഇപ്പം നമ്മൾ കൊടുക്കുന്ന 1,600 രൂപ വെച്ച് പ്രതിമാസം. യൂണിയൻ സെക്രട്ടറി രഘു കുന്നുംപുറം, മേഖലാ സെക്രട്ടറി വർഗീസ് മാത്യു തുടങ്ങിയവർ സംസാരിച്ചു. DYFI ഏലപ്പാറ യൂണിറ്റിന്റെ നേതൃത്വത്തിൽ ഉപ്പുതറയിൽ ശുചീകരണ യജ്ഞം സംഘടിപ്പിച്ചു. ഉപ്പുതറ മുതൽ പോലീസ് സ്റ്റേഷൻ വരെയുള്ള റോഡിന്റെ ഇരുവശവുമാണ് പ്രവർത്തകർ ശുചീകരിച്ചത്.
മഴക്കാലമായതോടെ ഉപ്പുതറ പഞ്ചായത്തിന്റെ വിവിധ മേഖലകളിൽ റോഡിലേക്ക് വലിയ രീതിയിൽ കാടുപടലങ്ങൾ വളർന്നു നിൽക്കുന്നുണ്ട്. ഈ സാഹചര്യത്തിലാണ് മഴക്കാല ശുചീകരണത്തിന്റെ ഭാഗമായി റോഡിന്റെ ഇരുവശങ്ങളിലെയും കാടുപടലങ്ങൾ ഡിവൈഎഫ്ഐ പ്രവർത്തകർ വെട്ടിമാറ്റിയത്. ഡിവൈഎഫ്ഐ ഏലപ്പാറ യൂണിറ്റിന്റെ നേതൃത്വത്തിലായിരുന്നു ശുചീകരണ പരിപാടി സംഘടിപ്പിച്ചത്. ഡിവൈഎഫ്ഐ ഉപ്പുതറ മേഖലാ സെക്രട്ടറി വിജേഷ്, മേഖലാ പ്രസിഡന്റ് സുനിൽകുമാർ, ഏലപ്പാറ ബ്ലോക്ക് കമ്മിറ്റി അംഗം അഖിലേഷ്, ഉപ്പുതറ മേഖലാ കമ്മിറ്റി അംഗങ്ങളായ ഷൈജു, സുജിത് എന്നിവർ പരിപാടികൾക്ക് നേതൃത്വം നൽകി. SSLC +2 ഡിഗ്രി പരീക്ഷകളിൽ ഉന്നത വിജയം നേടിയ വിദ്യാർത്ഥികളെ BMS ഇടുക്കി ജില്ലാ കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ അനുമോദിച്ചു. BMS സംസ്ഥാന സെക്രട്ടറി KV മധുകുമാർ പരിപാടി ഉദ്ഘാടനം ചെയ്തു. തുടർന്ന് കരിയർ ഗൈഡൻസ് ക്ലാസും നടത്തി. BMS ഇടുക്കി ജില്ലാ കമ്മിറ്റിയുടെ ആഭിമുഖ്യത്തിലാണ് അനുമോദന യോഗം സംഘടിപ്പിച്ചത്. ചെറുതോണിയിലെ BMS കാര്യാലയത്തിൽ നടന്ന പരിപാടിയിൽ ജില്ലാ പ്രസിഡന്റ് MP റിജികുമാർ അധ്യക്ഷനായിരുന്നു. സംസ്ഥാന സെക്രട്ടറി KV മധുകുമാർ ഉദ്ഘാടനം ചെയ്തു. BMSന്റെ ഇടുക്കി ജില്ലാ കമ്മിറ്റിയുടെ നേതൃത്വത്തിലാണ് പരിപാടി സംഘടിപ്പിച്ചത്. BMS ഒരു സാധാരണ തൊഴിലാളി സംഘടനയല്ല. തൊഴിലാളികളുടെ തൊഴിൽ പ്രശ്നങ്ങളോടൊപ്പം തന്നെ തൊഴിലാളികളെ ബാധിക്കുന്ന, അവരുടെ കുടുംബങ്ങളെ ബാധിക്കുന്ന വിദ്യാഭ്യാസപരവും സാംസ്കാരികവും ദേശീയവുമായ വിഷയങ്ങളെല്ലാം കൈകാര്യം ചെയ്യുന്ന ഒരു സംഘടനയാണ് ഭാരതീയ മസ്ദൂർ സംഘം. ആ ഒരു കോണ്ടക്സ്റ്റിലാണ് ഭാരതീയ മസ്ദൂർ സംഘം ഇടുക്കി ജില്ലാ കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ കുട്ടികളെ ആദരിക്കുകയും അതോടൊപ്പം തന്നെ അവർ മുന്നോട്ട് എന്ത് പഠിക്കണം എന്നുള്ളതിൻ്റെ ഒരു ഗൈഡൻസ് കൊടുക്കുകയും ചെയ്യുന്നു. പരിപാടിയോടനുബന്ധിച്ച് സംഘടിപ്പിച്ച കരിയർ ഗൈഡൻസ് ക്ലാസ്സിന് രാജേഷ് ടി തൃശൂർ നേതൃത്വം നൽകി. ജില്ലാ സെക്രട്ടറി KC സിനീഷ് കുമാർ, ജില്ലാ വൈസ് പ്രസിഡന്റ് SG മഹേഷ്, സംസ്ഥാന സമിതി അംഗം VN രവീന്ദ്രൻ, P ഭുവനേന്ദ്രൻ, ജില്ലാ ട്രഷറർ വേണുഗോപാൽ, KA സുഭാഷ് തുടങ്ങിയവർ സംസാരിച്ചു. SNDP യോഗം കട്ടപ്പന നോർത്ത് ശാഖായോഗത്തിൽ വിദ്യാഗോപാല മന്ത്രാർച്ചനയും ബാലവേദി പ്രവേശനോത്സവവും നടന്നു. മലനാട് യൂണിയൻ വൈസ് പ്രസിഡന്റ് വിധുവേ സോമൻ പരിപാടി ഉദ്ഘാടനം ചെയ്തു. ഗോപാല മന്ത്രാർച്ചനയ്ക്ക് ആചാര്യൻ ഷാജൻ ശാന്തികൾ നേതൃത്വം നൽകി. ചടങ്ങിൽ മനോജ് പതാലിൽ അധ്യക്ഷനായിരുന്നു. ബാലവേദി പ്രവേശനോത്സവം മലനാട് യൂണിയൻ വൈസ് പ്രസിഡന്റ് വിധുവേ സോമൻ ഉദ്ഘാടനം ചെയ്തു. ഒരു വേദിയിൽ നിന്ന് ഒരു 10 മിനിറ്റ് സമയമെങ്കിലും യാതൊരു സങ്കോചവും കൂടാതെ സംസാരിക്കുന്ന തലത്തിലേക്ക് നമ്മൾ ആളുകളെ 10 മിനിറ്റ് എന്ന് പറയുന്നത് ഞാൻ എൻ്റെ തുടക്കത്തിൽ മാത്രം ഉദ്ദേശിച്ചു എന്നത് മാത്രമേ ഉള്ളൂ. ആ ഒരു തലത്തിലേക്ക് നമ്മുടെ കുട്ടികളെ കൊണ്ടുവരുവാൻ പ്രാപ്തമാക്കുന്ന തലത്തിലുള്ള ഒരു ശിക്ഷണം നമ്മുടെ ബാലജനയോഗത്തിന്റെ ക്ലാസ്സുകളിലൂടെ നടക്കുന്നു. അതിന്റെ തുടക്ക സമയങ്ങളിലൊക്കെ കുറെ കഴിയുമ്പോൾ ആളുകൾ കുട്ടികളുടെ ഒരു കുറവുകളൊക്കെ ഇവിടെ സൂചിപ്പിക്കുകയുണ്ടായി. ഈ വർഷം കുറെ കൂടെ ശാഖായോഗം അതിൽ ശ്രദ്ധിക്കുമെന്നാണ് പറഞ്ഞിരിക്കുന്നത്. മന്ത്രങ്ങളും അല്ലെങ്കിൽ വേദമന്ത്രങ്ങളും ഒക്കെ അന്യമായി നിരുന്ന ഒരു കാലഘട്ടത്തിൽ അവിടെ തന്റെ ബുദ്ധിയെ തെളിയിച്ച് നല്ല വഴിയെ കൊണ്ടുപോകുവാനുള്ള പ്രാർത്ഥന എഴുതി തന്നുകൊണ്ട്, മഹാഗുരു ദൈവദശകം എഴുതി തന്നുകൊണ്ട്, അല്ലെങ്കിൽ ഗദ്യപ്രാർത്ഥനകൾ എഴുതി തന്നുകൊണ്ട് അവന്റെ നല്ല ചിന്തകളെ ഉത്തേജിപ്പിക്കുവാൻ, ഈശ്വരനിലേക്ക് അടുപ്പിക്കുവാനുള്ള ഒരു മാർഗം പ്രാർത്ഥനായുക്തമായി ഗുരു നമുക്ക് പ്രദാനം ചെയ്തു തന്നു. തുടർന്ന് വിവിധ കലാപരിപാടികളും നടന്നു. SNDP യോഗം ഇൻസ്പെക്ടിംഗ് ഓഫീസർ അഡ്വക്കേറ്റ് PR മുരളീധരൻ മുഖ്യപ്രഭാഷണം നടത്തി. യൂണിയൻ കൗൺസിലർ PK രാജൻ അനുഗ്രഹ പ്രഭാഷണം നടത്തി. ജോഷി കുട്ടട, യൂണിയൻ കമ്മിറ്റി അംഗം ശ്രീനിവാസൻ, വൈസ് പ്രസിഡന്റ് നിഖിൽ, ശാഖാ സെക്രട്ടറി അജേഷ് ചെമ്പൻകുഴിയിൽ, വനിതാ സംഘം പ്രവർത്തകരായ നിഷ ബൈജു, മഞ്ജു സതീഷ്, ഷൈജി ലിജു, ആവണി പ്രമോദ്, അർച്ചന സാബു തുടങ്ങിയവർ സംസാരിച്ചു. ആത്മീയ കാര്യങ്ങളിൽ മാത്രമല്ല കാർഷിക പ്രവർത്തനങ്ങളിലും മാതൃകയാവുകയാണ് അടിമാലി മച്ചിപ്ലാവ് സെന്റ് ഫ്രാൻസിസ് അസീസി ദേവാലയം. 5000-ഓളം ചൂട് മരച്ചീനിയാണ് ഈ വർഷം പള്ളിവക സ്ഥലത്ത് കൃഷിയിറക്കിയത്. സി പവിത്ര എന്ന ഇനം മരച്ചീനിയാണ് പള്ളിവക സ്ഥലത്ത് കൃഷി ചെയ്തിരിക്കുന്നത്. കേരള കാർഷിക സർവകലാശാല വികസിപ്പിച്ചെടുത്ത അത്യുൽപാദന ശേഷിയുള്ള മരച്ചീനി ഇനമാണ് സി പവിത്ര. ഒരു ചുവട്ടിൽ നിന്നും പരമാവധി 15 കിലോ വരെ കപ്പ ലഭിക്കും. ശരാശരി 6 കിലോഗ്രാം വരെ ഉറപ്പായും ലഭിക്കും. 1000 കിലോ കപ്പ ഇതിനോടകം ഇവിടെ നിന്നും വിപണിയിലെത്തിച്ചു കഴിഞ്ഞു. 1 കിലോ കപ്പയ്ക്ക് 22 രൂപയാണ് വില വരുന്നത്. 6000 കിലോ കപ്പയെങ്കിലും ഇത്തവണ വിളവ് ലഭിക്കുമെന്ന ഇടവക വികാരി ഫാദർ മാർക്കോസ് ചിറ്റേമാരിൽ പറഞ്ഞു. നമുക്കിവിടെ 6.25 ഏക്കർ സ്ഥലമുണ്ട്.
6.25 ഏക്കർ സ്ഥലത്ത് 5000 കപ്പ നട്ടിട്ടുണ്ട്. കപ്പയുടെ ഇടയ്ക്കോടെയായിട്ട് 200-ലധികം തെങ്ങ് വെച്ചിട്ടുണ്ട്. അതിൻ്റെ കൂട്ടത്തിൽ 500 ജാതി, കൊക്കോ, കുരുമുളക് ചെടി മുതലായിട്ടുള്ള സാധനങ്ങളെല്ലാം വെച്ചിട്ടുണ്ട്. ഇനി നമുക്ക് ഇതിനിടയിൽ ഒന്നും കൃഷി ചെയ്യാൻ ഇടയില്ലാത്തത്. കപ്പ കൃഷി ലാഭകരമാണ് തീർച്ചയായിട്ടും. 5000 ചോട് കപ്പ നമ്മൾ ഇട്ടിരിക്കുന്നത്. 5000 ചോട് കപ്പയിൽ 1000 ചോട് കപ്പ പറിച്ചു. അതിന് നമുക്ക് 6000 കിലോ കപ്പ കിട്ടി. ഇനി നമുക്കൊരു 30,000 കിലോ കപ്പ നമുക്ക് ഇതിനകത്ത് നിന്ന് ആകെ കിട്ടും എന്നുള്ളതാണ് നമ്മുടെ ഒരു കണക്കൂട്ടലുകൾ. എത്ര രൂപ നമുക്ക് കിട്ടും? നമുക്ക് 1 കിലോയ്ക്ക് 22 രൂപയ്ക്ക് നമ്മൾ കൊടുക്കുന്നത്. 6 ലക്ഷം രൂപയുടെ മുകളിൽ ഈ കപ്പ പറിക്കുന്ന കൂലി കഴിഞ്ഞിട്ട് 6 ലക്ഷം രൂപയുടെ മുകളിൽ കിട്ടും. ഒരു 1.5 ലക്ഷം രൂപ കൂടുതൽ ഇതിന് നമുക്കൊരു ചെലവ് വന്നിട്ടില്ല. കൂടാതെ ജാതി, വാഴ, പച്ചക്കറികൾ എന്നിവയും പള്ളിവക സ്ഥലത്ത് കൃഷിയിറക്കിയിട്ടുണ്ട്. 6.25 ഏക്കറോളം വരുന്ന കൃഷിയിടത്തിൽ 1 ഇഞ്ച് സ്ഥലം പോലും പാഴാക്കിയിട്ടില്ല. ഇടവക വികാരി ഫാദർ മാർക്കോസ് ചിറ്റേമാരിയിൽ, കൈക്കാരന്മാരായ സേവ്യർ, ഷൈജു എന്നിവരുടെ നേതൃത്വത്തിലാണ് കാർഷിക പ്രവർത്തനങ്ങൾ നടക്കുന്നത്. റോട്ടറി ക്ലബ്ബ് ഓഫ് കട്ടപ്പന ഹെറിറ്റേജിന്റെ 2024-25 വർഷത്തെ എഡ്യൂക്കേഷണൽ എക്സലൻസ് അവാർഡ് വിതരണവും ഫാമിലി മീറ്റും നടന്നു. ഇടുക്കി എം.പി. അഡ്വക്കേറ്റ് ഡീൻ കുര്യാക്കോസ് യോഗം ഉദ്ഘാടനം ചെയ്തു. റോട്ടറി ക്ലബ്ബ് ഓഫ് കട്ടപ്പന ഹെറിറ്റേജിന്റെ കഴിഞ്ഞ വർഷത്തെ പ്രവർത്തനങ്ങളെ അദ്ദേഹം അഭിനന്ദിച്ചു. ക്ലബ്ബ് പ്രസിഡന്റ് ജിതിൻ കൊല്ലംകുടി അധ്യക്ഷത വഹിച്ചു. ഡിസ്ട്രിക്ട് കോർഡിനേറ്റർ ജോസ് മാത്യു, GGR പ്രിൻസ് ചെറിയാൻ, സെക്രട്ടറി അഖിൽ വിശ്വനാഥൻ, ജോസുകുട്ടി പോത്തുമൂട്ടിൽ എന്നിവർ സംസാരിച്ചു. ലക്ഷ്യ ഫിനാൻസ് സർവീസ് സെന്ററിന്റെ 2ാമത്തെ ബ്രാഞ്ചിന്റെ ഉദ്ഘാടനം കട്ടപ്പനയിൽ നടന്നു. നഗരസഭാ ചെയർപേഴ്സൺ ബീന ടോമി ഉദ്ഘാടനം ചെയ്തു. കട്ടപ്പന ടെലിഫോൺ എക്സ്ചേഞ്ചിന് സമീപമാണ് ലക്ഷ്യ ഫിനാൻസ് സർവീസ് സെന്റർ പ്രവർത്തനം ആരംഭിച്ചിരിക്കുന്നത്. ഇന്ത്യയിലെ 8ഓളം ലീഡിംഗ് ഫിനാൻസ് കമ്പനികളുമായി അസോസിയേറ്റ് ചെയ്താണ് സ്ഥാപനം പ്രവർത്തിക്കുക. മഹീന്ദ്ര ഫിനാൻസ്, യെസ് ബാങ്ക്, ഇൻഡസ്ഇൻഡ് ബാങ്ക്, കോട്ടക് മഹീന്ദ്ര, ITI ഫിനാൻസ്, ഹെഡ്ജ്, ഇൻഡോസാർ ക്യാപിറ്റൽ ഫിനാൻസ്, മണപ്പുറം, ചോളമണ്ഡലം ഫിനാൻസ് തുടങ്ങിയ കമ്പനികളുമായി ചേർന്നാണ് വായ്പയുടെ പ്രോസസ്സിംഗ് വർക്കുകൾ നടക്കുക. ന്യൂ കാർ ലോൺസ്, യൂസ്ഡ് കാർ ലോൺസ്, കൊമേഴ്സ്യൽ വെഹിക്കിൾ ലോൺ, കൺസ്ട്രക്ഷൻ എക്യുപ്മെന്റ്സ് ലോൺസ് എന്നിവയാണ് ലക്ഷ്യ ഫൈനാൻസ് സർവീസ് സെന്റർ നൽകുന്ന സേവനങ്ങൾ. സ്ഥാപനത്തിന്റെ ഉദ്ഘാടനം നഗരസഭാ ചെയർപേഴ്സൺ ബീന ടോമി നിർവഹിച്ചു. നമ്മളെ സംബന്ധിച്ചിടത്തോളം കട്ടപ്പന നഗരസഭയുടെ മധ്യഭാഗത്തിൽ തന്നെ നല്ലൊരു പ്രസ്ഥാനമാണ് നിങ്ങൾ കൊണ്ടുവന്നിരിക്കുന്നത്. എനിക്കറിയാൻ സാധിച്ചത് ഭവന വായ്പ, വാഹന വായ്പ, അതിലുപരി ഞാൻ പറയുന്നത് നിങ്ങൾ വായ്പ കൊടുക്കണം, പക്ഷേ അതുപോലെ തന്നെ നമ്മൾ തിരിച്ചു മേടിക്കാൻ എന്ന് പറഞ്ഞാൽ നമ്മൾ അധികമായിട്ട് ആകാതെ, അമൃതം അധികമായാലും ആപത്താണ് എന്ന് പറഞ്ഞതുപോലെ നമ്മൾ ആൾക്കാരെ അറിഞ്ഞിട്ട് ലോൺ കൊടുക്കുക. കാരണം എന്താണെന്ന് വെച്ചാൽ ലോണിന് വേണ്ടിയിട്ട് ഓടി നടക്കുന്ന ഒരുപാട് ആൾക്കാരുണ്ട്. ഇത് കൊണ്ടുപോയി കഴിഞ്ഞ് കഴിഞ്ഞാൽ പിന്നെ നമുക്ക് കിട്ടാൻ പാട്, പിന്നെ നമ്മൾ പ്രസ്ഥാനം കൂടുക. എത്ര കഷ്ടപ്പെട്ടാണ് നമ്മുടെ കുടുംബം നിലനിർത്താൻ വേണ്ടിയാണ് നമ്മളൊരു പ്രസ്ഥാനം തുടങ്ങുന്നത്. അതിലുപരി ഇവിടെ വരുന്ന ഓരോ സ്റ്റാഫുകളും അവർ ഉദ്ദേശിക്കുന്നത് എന്താണെന്ന് വെച്ചാൽ അവരുടെ കുടുംബം ഒരു ജോലിയിലൂടെ നിലനിൽക്കണം. അപ്പോൾ നമ്മൾ അതിന് വേണ്ടിയിട്ട് എല്ലാ സഹായ സഹകരണങ്ങളുമാണ് ഓരോരുത്തർക്കും ചെയ്തുകൊണ്ട് ഓരോ കുടുംബങ്ങളും നമ്മളിലൂടെ വളർന്നു വരുന്നു എന്ന് കേൾക്കുമ്പോൾ നമുക്ക് വളരെ സന്തോഷമാണ്. 13 വർഷങ്ങൾ പഴക്കമുള്ള വാഹനങ്ങൾക്ക് വരെയാണ് ലക്ഷ്യ ഫൈനാൻസ് സർവീസ് സെന്ററിൽ ലോൺ സൗകര്യം ലഭിക്കുക. കൂടാതെ HDFC കാഞ്ഞിരപ്പള്ളി ബ്രാഞ്ചിന്റെ ഒരു സർവീസ് ബ്രാഞ്ചായും ലക്ഷ്യ ഫൈനാൻസ് സർവീസ് സെന്റർ പ്രവർത്തിക്കും. രണ്ടാമത്തെ ഒരു ബ്രാഞ്ചിലാണ് ഈ ഒരു സുദിനത്തിൽ ഈ മഹനീയ വേളയിൽ തുടക്കം കുറിച്ചിരിക്കുന്നത്. ഏകദേശം ഒരു 15 മാസങ്ങൾക്ക് മുമ്പ് നമ്മൾ പാലായിൽ ഒരു ബ്രാഞ്ച് സ്റ്റാർട്ട് ചെയ്തിരുന്നു. പാലായത്താണെങ്കിൽ നമ്മൾ അക്രോസ് കേരള നമ്മുടെ സർവീസ് ലഭ്യമായിട്ട് ചെയ്തുകൊണ്ടിരിക്കുന്നത്. ഏകദേശം ഒരു 320ഓളം കസ്റ്റമർക്ക് നമ്മൾ ത്രൂ ലോൺ പ്രോസസ് ചെയ്യാൻ സാധിച്ചിട്ടുണ്ട്. ഒരു 8ഓളം ഇന്ത്യയിലെ ലീഡിംഗ് ഫിനാൻസ് കമ്പനിയായിട്ട് അസോസിയേറ്റ് ചെയ്തിട്ടാണ് നമ്മുടെ ബിസിനസ് ചെയ്യുന്നത്. അതിൽ പ്രധാനമായിട്ടും മഹീന്ദ്ര ഫിനാൻസ്, ഇൻഡസ്ഇൻഡ് ബാങ്ക്, യെസ് ബാങ്ക്, ഹെഡ്ജ്, മണപ്പുറം, ITI ഫിനാൻസ്, കോട്ടക് മഹീന്ദ്ര, HDB ഫിനാൻഷ്യൽ, ഇൻഡോസ്റ്റാർ ഫിനാൻസ് ഇങ്ങനെയുള്ള കമ്പനികളുമായിട്ട് അസോസിയേറ്റ് ചെയ്താണ് നമ്മൾ ഈ ലോൺ ചെയ്യുന്നത്. അത് ഏകദേശം 2015 മുകളിലോട്ടുള്ള വാഹനങ്ങൾക്ക് യൂസ്ഡ് കാർ ലോണ്, അതുപോലെ തന്നെ കൊമേഴ്ഷ്യൽ വെഹിക്കിൾ, കൺസ്ട്രക്ഷൻ എക്യുപ്മെൻറ്റ്സ്, ഇത്ര പ്രൊഡക്റ്റുകൾക്കാണ് നമ്മൾ ചെയ്യുന്നത്. അതുപോലെ തന്നെ ന്യൂ കാർ ലോണും ഈ കൂട്ടത്തിൽ പ്രോസസ്സ് ചെയ്യുന്നുണ്ട്. പിന്നെ ഹോം ലോണും നമ്മൾ പിരമൽ എന്ന് പറഞ്ഞ പഴയ DHF ദിവാൻ ഹൗസിംഗ് ഫിനാൻസ് കമ്പനിയാണ് പിരമലായിട്ട് വന്നിരിക്കുന്നത്. അവരുമായിട്ട് അസോസിയേറ്റ് ചെയ്ത് ഹോം ലോണിൻ്റെ പ്രോസസ്സിങ് ചെയ്യുന്നു. അതുകൂടാതെ കാഞ്ഞിരപ്പള്ളി HDFC ലൈഫിൻ്റെ അണ്ടറിലുള്ള ഒരു സർവീസ് ബ്രാഞ്ചും കൂടെ കൂടിയായിട്ടാണ് നമ്മൾ ഇവിടുന്ന് ഓപ്പറേറ്റ് ചെയ്യുന്നത്. ഉദ്ഘാടന ചടങ്ങിൽ CPM ജില്ലാ കമ്മിറ്റി അംഗം VR സജി, NGO അസോസിയേഷൻ ജില്ലാ പ്രസിഡന്റ് ഷിഹാബ് പരീദ്, HCN മാനേജിംഗ് ഡയറക്ടർ ജോർജി മാത്യു, ലക്ഷ്യ ഫൈനാൻസ് സർവീസ് സെന്റർ ഡയറക്ടർ അനൂപ് NC, റിട്ടയർഡ് SIമാരായ MK രവീന്ദ്രൻ, MK ഗോപി തുടങ്ങിയവർ ഭദ്രദീപം തെളിയിച്ചു. തുടർന്ന് ഇൻഡസൻ യൂസ്ഡ് കാർ വിഭാഗം മാനേജർ
ടിബുമോൻ ബേബിയിൽ നിന്നും ലിൻസ് തോമസ് ആദ്യ ചെക്ക് ഏറ്റുവാങ്ങി. ഇനി നേർക്കാഴ്ചയിലേക്ക്. നേർക്കാഴ്ച നിങ്ങൾക്കായി അവതരിപ്പിക്കുന്നത് KG's Jewelry, കോട്ടയം കട. സിൻസ് 1950. പരിശുദ്ധ സ്വർണം വിശ്വസ്ത കരങ്ങളിലൂടെ. മുൻപെങ്ങുമില്ലാത്ത വിധം വന്യമൃഗ ഭീതിയിലാണ് ഇടുക്കി. ഓരോ ദിവസവും ജില്ലയുടെ ഏതെങ്കിലും ഭാഗത്ത് വന്യമൃഗ ആക്രമണം ഉണ്ടാകുന്ന അവസ്ഥ. എന്നാൽ വന്യമൃഗങ്ങളെ പ്രതിരോധിക്കാൻ വനംവകുപ്പ് പ്രഖ്യാപിച്ച പദ്ധതികളെല്ലാം കടലാസിൽ ഒതുങ്ങുകയാണ്. കാട്ടാനശല്യം ഏറ്റവും രൂക്ഷമായ ചിന്നക്കനാലിൽ പോലും വനംവകുപ്പ് പ്രഖ്യാപിച്ച പദ്ധതികൾ നടപ്പിലാക്കിയിട്ടില്ല. സംസ്ഥാനത്ത് കാട്ടാനശല്യം ഏറ്റവും രൂക്ഷമായ മേഖലയാണ് മതികെട്ടാൻചോലയോട് ചേർന്ന് കിടക്കുന്ന ചിന്നക്കനാൽ, ശാന്തൻപാറ പഞ്ചായത്തുകൾ. കഴിഞ്ഞ 2 ദശകത്തിനിടെ 50ഓളം മനുഷ്യജീവനുകൾ ഇവിടെ ആനക്കലിയിൽ പൊലിഞ്ഞു. ഗുരുതരമായി പരിക്കേറ്റവരും നിരവധി. കൃഷിനാശത്തിലും വീട് തകർന്നതിലും കൃത്യമായ കണക്കുകൾ ഇല്ല. ഓരോ തവണയും ആനക്കലിയിൽ ജീവൻ പൊലിയുമ്പോൾ ജനകീയ പ്രതിഷേധം ഉയരും. അപ്പോഴൊക്കെ പ്രതിരോധ മാർഗങ്ങൾ അവതരിപ്പിച്ച വനംവകുപ്പ് രംഗത്തെത്തും. എന്നാൽ പദ്ധതികൾ നടപ്പിലാക്കില്ല. വനംവകുപ്പ് വാച്ചർ ശക്തിവേൽ കൊല്ലപ്പെട്ടപ്പോഴായിരുന്നു മേഖലയിൽ ഏറ്റവും വലിയ പ്രതിഷേധം ഉയർന്നത്. ഇതോടെ ഏറ്റവും അപകടകാരിയായ അരിക്കൊമ്പനെ കാടുമാറ്റുന്നതടക്കമുള്ള നിർദ്ദേശങ്ങൾ വനംവകുപ്പ് മുൻപോട്ട് വെച്ചു. അരിക്കൊമ്പനെ കാടുമാറ്റിയതൊഴിച്ചാൽ മറ്റു പദ്ധതികൾ നടപ്പിലാക്കിയിട്ടില്ല. ചിന്നക്കനാലിലെ കാട്ടാനശല്യം രൂക്ഷമായ ജനവാസ മേഖലയ്ക്ക് ചുറ്റും സോളാർ ഫെൻസിംഗ് എന്നതായിരുന്നു പ്രധാന പ്രഖ്യാപനം. 2 കോടി രൂപയുടെ പദ്ധതിക്ക് അംഗീകാരവും ലഭിച്ചു. എന്നാൽ പദ്ധതി എങ്ങുമെത്തിയില്ലെന്ന് നാട്ടുകാർ പറയുന്നു. അരിക്കൊമ്പനെ ഇവിടുന്ന് ട്രാൻസ്ലൊക്കേഷൻ ചെയ്യുമ്പോൾ ഇവിടെ സോളാർ ഫെൻസിംഗ് എന്നും പറഞ്ഞൊരു പദ്ധതി നടപ്പിലാക്കാൻ വേണ്ടി കേന്ദ്ര സംസ്ഥാന സർക്കാർ കൂടി 1,96,00,000 രൂപ അനുവദിച്ചാണ്. അത് 2023 പണി തുടങ്ങി. അത് പൂർത്തിയാക്കേണ്ട ഒരു പണിയായിരുന്നു. ഇതുവരെ അത് ഇഴഞ്ഞ് അമ്മിക്കല്ലിൻ്റെ അടിയിലിട്ട് അരയ്ക്കുന്ന രീതിയിൽ അരച്ച് ഇതുവരെ ആ പദ്ധതി എങ്ങും നടപ്പിലാക്കിയിട്ടില്ല. ആദിവാസികളുടെ സംബന്ധിച്ച് അവർ കുടിയോട് ചേർന്ന് സോളാർ ഫെൻസിങ് ഇടാമെന്ന് പറഞ്ഞപ്പോൾ അവർക്കത് പറ്റില്ല. ഞങ്ങൾ കൃഷിഭൂമി സഹിതം ഇട്ട് കൊടുക്കണം എന്നുള്ളത് പറഞ്ഞതിൻ്റെ പേരിലാണ് അത് തടസ്സം നിന്നത്. ഫോറസ്റ്റുകാർ ഇനി ഇവിടെ ഒരു വന്യജീവി ആക്രമണം ഉണ്ടായാൽ റേഞ്ച് ഓഫീസർ മുതൽ DFO മുകളിലുള്ള ഒരു ഉദ്യോഗസ്ഥരും ഇനി ഈ ചിന്നക്കനാലിൽ നിന്ന് ജനങ്ങൾ വിടില്ല എന്നുള്ളത് 100% ഉറപ്പെടുത്താൻ നിൽക്കുന്നത്. എന്നാൽ ഈ പദ്ധതി പൂർത്തിയാക്കാൻ വേണ്ടി ഉദ്യോഗസ്ഥന്മാർക്ക് യാതൊരു താല്പര്യവുമില്ലാതെ ജനങ്ങളെ ഇനിയും വന്യജീവി ആക്രമണത്തിന് വിട്ടുകൊടുക്കാൻ വേണ്ടി മാത്രം DFOയും റേഞ്ച് ഓഫീസറും ACF ഒക്കെ ഇതിനു വേണ്ടി നിൽക്കുന്ന ഒരു നിലയിലേക്കാണ് മാറിയിരിക്കുന്നത്. ഇനി അങ്ങനെ ഒരു തീരുമാനമുണ്ടായാൽ ജനം ശക്തമായി നേരിടുകയും ചെയ്യും. ഒരു കാരണവശാലും ഇനി അങ്ങനെ ഒരു തീരുമാനത്തിൽ വിട്ടുകൊടുക്കുകയില്ല. ഇനി ഉദ്യോഗസ്ഥന്മാർ നിസ്സാരമായിട്ടത് കരുതി മുമ്പോട്ട് പോകുന്ന വെച്ചാൽ ജനം അംഗീകരിക്കില്ല. ചക്കക്കൊമ്പനെ റേഡിയോ കോളർ ഘടിപ്പിച്ചു നിരീക്ഷിക്കുമെന്നും ആനയുടെ സാന്നിധ്യം വിവരിക്കുന്ന ബോർഡുകൾ വിവിധ മേഖലകളിൽ സ്ഥാപിക്കുമെന്നതടക്കമുള്ള പ്രഖ്യാപനങ്ങൾ എല്ലാം കടലാസിൽ ഒതുങ്ങി. ജനകീയ പ്രതിഷേധം ഉയരുമ്പോൾ പദ്ധതികൾ പ്രഖ്യാപിക്കുന്നതല്ലാതെ നടപ്പിലാക്കാൻ വനംവകുപ്പിന് താൽപ്പര്യമില്ലെന്നാണ് നാട്ടുകാരുടെ ആരോപണം. നേർക്കാഴ്ച നിങ്ങൾക്കായി അവതരിപ്പിച്ചത് KG's Jewelry, കോട്ടയം കട. സിൻസ് 1950. പരിശുദ്ധ സ്വർണം വിശ്വസ്ത കരങ്ങളിലൂടെ. ഇനി കമ്പോളം. കമ്പോളം നിങ്ങൾക്കായി അവതരിപ്പിക്കുന്നത് KG's Jewelry, കോട്ടയം കട. സിൻസ് 1950. പരിശുദ്ധ സ്വർണം വിശ്വസ്ത കരങ്ങളിലൂടെ. സുഗന്ധഗിരി സ്പൈസസ് പ്രൊമോട്ടേഴ്സ് ആൻഡ് ട്രേഡേഴ്സ് ഏലക്ക ലേല വിവരം. ആകെ ലോട്ട് 226. വിൽപ്പനയ്ക്ക് വന്നത് 48,897. വിൽപ്പന നടന്നത് 48,571. കൂടിയ വില 3,013. ശരാശരി വില 2,386. കട്ടപ്പന കമ്പോളം. കുരുമുളക് കിലോഗ്രാമിന് 650 രൂപ. ഏലം കൂടിയ വില 2,300. ഏലം ശരാശരി വില 2,000. കാപ്പിപ്പരിപ്പ് 410. ഗ്രാമ്പു 750. കൊക്കോ 80. റബ്ബർ 180. സ്വർണം വെള്ളി വിപണി. സ്വർണം ഗ്രാമിന് 9,305 രൂപ. വെള്ളി 119.
കമ്പോളം നിങ്ങൾക്കായി അവതരിപ്പിച്ചത് KG's Jewelry, കോട്ടയം കട. Since 1950. പരിശുദ്ധ സ്വർണം വിശ്വസ്ത കരങ്ങളിലൂടെ. പ്രധാന വാർത്തകൾ ഒരിക്കൽ കൂടി. കാലവർഷം ശക്തമായി തുടരുന്ന സാഹചര്യത്തിൽ റെഡ് അലർട്ടിലെത്തിയ പൊന്മുടി അണക്കെട്ട് തുറന്നു. അണക്കെട്ടിന്റെ രണ്ടാമത്തെ ഷട്ടർ ഉയർത്തിയത് 20 സെന്റിമീറ്റർ. പന്നിയാർ പുഴയുടെ ഇരുകരകളിലുമുള്ളവർ ജാഗ്രത പാലിക്കണമെന്ന് ജില്ലാ ഭരണകൂടം. തൊടുപുഴ മൂലമറ്റം ത്രിവേണി സംഗമത്തിൽ യുവാവ് മുങ്ങി മരിച്ചു. മരിച്ചത് മൂലമറ്റം നടുപ്പറമ്പിൽ അതുൽ ബൈജു. അപകടമുണ്ടായത് സുഹൃത്തുക്കളുമൊത്ത് കുളിക്കാൻ ഇറങ്ങിയപ്പോൾ. മുൻപെങ്കുമില്ലാത്ത വിധം വന്യമൃഗ ഭീതിയിൽ ഇടുക്കി. എന്നാൽ വന്യമൃഗങ്ങളെ പ്രതിരോധിക്കാൻ വനം വകുപ്പ് പ്രഖ്യാപിച്ച പദ്ധതികൾ കടലാസിൽ ഒതുങ്ങുന്നുവെന്ന് പരാതി. കാട്ടാനശല്യം ഏറ്റവും രൂക്ഷമായ ചിന്നക്കനാലിൽ പോലും നടപ്പിലാക്കാതെ വനം വകുപ്പ് പ്രഖ്യാപിച്ച പദ്ധതികൾ. അപകട ഭീഷണി ഉയർത്തി കട്ടപ്പന വള്ളക്കടവ് സിറ്റിയിൽ നിൽക്കുന്ന തണൽമരം. മരത്തിന്റെ ചുവട് ദ്രവിച്ചതിനാൽ ഏത് സമയവും നിലംപൊത്താനുള്ള സാധ്യതയെന്ന് നാട്ടുകാർ. വിഷയത്തിൽ നഗരസഭയ്ക്ക് നിവേദനം നൽകിയെങ്കിലും നടപടി ഉണ്ടാകുന്നില്ലെന്നും പരാതി. ഇതോടെ ഈ വാർത്താ ബുള്ളറ്റിൻ സമാപിക്കുന്നു. നമസ്കാരം.